ടോപ്പ് ട്യൂഷൻ്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആൻസർ കീയോട് കൂടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ കാണുന്നതാണ് SCERT കേരള ഇറക്കിയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 80 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതുപോലെ ടൈം പറയുന്നത് 2.5 hours ആണ്. ഇതിൽ 4 സെക്ഷനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, അങ്ങനെ 4 സെക്ഷനായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഡിഫറെൻറ്റ് മാർക്സ് ആണ്. അപ്പോൾ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമുക്കത് വിശദീകരിച്ച് എഴുതേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എന്താണെന്നും അതിൻ്റെ ആൻസർ കീ എന്താണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. അപ്പോൾ ഇതിനകത്ത് 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഇസ് നോട്ട് എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 7, 13 എക്സെട്ര. അപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതായത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അതായത് 1, 7, 13 പറയുന്നത്. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. എ പറയുന്നത് 61, ബി പറയുന്നത് 81, സി പറയുന്നത് 91, അതുപോലെ ഡി പറയുന്നത് 121. അപ്പോൾ ഈ ഓപ്ഷൻസിലുള്ള ഏത് ടേം ആണ് മേലെ കൊടുത്തിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ ഇൻക്ലൂഡ് ആവാത്തത്, അതിൽ വരാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 1, 7, 13. അതുപോലെ ഫസ്റ്റ് ടേം 1, 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൻ്റെയും ഫസ്റ്റ് ടേമിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 7 - 1 പറഞ്ഞാൽ 6 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നോക്കിക്കഴിഞ്ഞാൽ 13 - 1 ആണ് വരുന്നത്, അതായത് 12. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് പറയുന്നത് 6ഉം പിന്നെ രണ്ടാമത്തെ ഫസ്റ്റ് ടേം വെച്ചിട്ട് സെക്കൻഡ് ടേമിൻ്റെ ഡിഫറൻസ് പറയുന്നത് 12 ആണ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഈ ഒരു സീക്വൻസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് 61 ആണ്. അപ്പോൾ 61 - 1 പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഈ 60 പറയുന്നത് നമ്മുടെ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, അതായത് 10 × 6 വരുന്നത് 60 ആണ്. അപ്പോൾ 61 പറയുന്നത് ആ ഒരു സീക്വൻസിന്റെ ടേം ആണ്. പിന്നെ വരുന്നത് 81 ആണ്. 81ന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 81 - 1 ചെയ്ത് ഈ 1 പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 80 ആണ് കിട്ടുന്നത്. അപ്പോൾ 80 പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 81 പറയുന്നത് ആ ഒരു സീക്വൻസിൽ വരുന്ന ടേം അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആൻസർ കണ്ടുപിടിച്ചു. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷനിലൂടെ നോക്കാം. അപ്പോൾ 91 എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കോമൺ ഡിഫറൻസ് പറയുന്നത് 90 ആണ്. അപ്പോൾ 90 പറയുന്നത് 15 × 6 ചെയ്താൽ കിട്ടും. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് വരുന്നത്. പിന്നെ വരുന്നത് 121 ആണ്. അതിൻ്റെ ഡിഫറൻസ് പറയുന്നത് 120 ആണ്. അപ്പോൾ 120 പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 121 പറയുന്നത് ഒരു ടേം ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആൻസർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഓപ്ഷൻ ബി 81 ആണ് ഈ ഒരു സീക്വൻസിൽ വരാത്ത ടേം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. താഴെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതോടൊപ്പം കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 8, then the sum of the third and seventh terms is 16. അപ്പോൾ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഫിഫ്ത്ത് ടേം 8 ആണെങ്കിൽ തേർഡ് ടേമും അതുപോലെ 7th ടേമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ബി എന്താണെന്ന് നോക്കാം. The sum of two numbers got by adding and subtracting the same number from a number is twice this number. നമുക്ക് ഒരു നമ്പർ ഉണ്ട്, ഈ നമ്പറിലൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുകയും അതേ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്തിട്ട് ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും എന്നാണ്. അപ്പം നമ്മൾ 2 പറഞ്ഞൊരു നമ്പർ എടുക്കാം. അപ്പോൾ ഇതിൽ കൂടെ 3 പറഞ്ഞ നമ്പർ ആഡ് ചെയ്യുക, അതുപോലെ സബ്ട്രാക്റ്റിംഗ് ചെയ്യുക. അത് 2 + 3 ചെയ്യുക, 2 - 3 ചെയ്യുക. എന്നിട്ട് ഈ 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 പറഞ്ഞ നമ്പർ എടുത്തില്ലേ, അതിൻ്റെ ഡബിൾ ട്വൈസ് ആണ് നമുക്ക് ആൻസർ കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്
എ ഇസ് ട്രൂ ബി ഇസ് ഫോൾസ്. എ ട്രൂ ആണ് ബി ഫോൾസ് ആണെന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എ ഇസ് ഫോൾസ് ബി ഇസ് ട്രൂ. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഇസ് ദ റീസൺ ഫോർ എ. നാലാമത്തെ ഓപ്ഷൻ ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. ബി രണ്ടും ട്രൂ ആണ്, പക്ഷെ ബി പറയുന്നത് എന്റെ റീസൺ അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് എ എടുക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എയിൽ നമുക്ക് പറയുന്നുണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിൽ ഫിഫ്ത്ത് ടേം 8 ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഫിഫ്ത്ത് ടേമിനെ x5 ആയിട്ട് എടുക്കുന്നു, അതായത് x5 ഈക്വൽ ടു 8 ആയിട്ട് എടുത്തു. ഇനി ഇവ തമ്മിലുള്ള കോമൺ ഡിഫറൻസിന് നമുക്ക് d ആയിട്ട് എടുക്കാം. ഇനി തേർഡ് ടേമും സെവൻത്ത് ടേമും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ തേർഡ് ടേം പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് ടേമിൽ നിന്നും 2 സ്റ്റെപ്പ് ബാക്കിലോട്ടാണ്. അതുപോലെ സെവൻത്ത് ടേം പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് ടേമിൽ നിന്നും ഒരു 3 പൊസിഷൻ മുന്നിലോട്ടുമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ x3 പറയുന്നത് x5 മൈനസ് 2d എന്ന് എടുക്കാം. നമ്മൾ കോമൺ ഡിഫറൻസും കൂടി ആഡ് ചെയ്തിട്ട് x5 മൈനസ് 2d എന്ന് എടുക്കുന്നു. അതുപോലെ സെവൻത്ത് ടേമിനെ x5 പ്ലസ് 2d എടുക്കുന്നു, അതായത് കോമൺ ഡിഫറൻസിന് ട്വൈസ് ചെയ്ത് എടുത്തു. ഇനി ഇവ രണ്ടും തമ്മിലുള്ള സമ്മ് നോക്കാം, അതായത് x3 പ്ലസ് x7 നോക്കാം. x3 എന്താണ്? x5 മൈനസ് 2d ആണ്. അതുപോലെ x7 പറയുന്നത് x5 പ്ലസ് 2d ആണ്. അപ്പൊ ഇതിൽ മൈനസ് 2dയും പ്ലസ് 2dയും കൂടെ ക്രോസ് ചെയ്ത് പോകും. പിന്നെ വരുന്നത് 2x5 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു x5 പറയുന്നത് നമുക്കറിയാം ഇവിടെ 8 ആണെന്നാണ്. അപ്പൊ 2 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഈ 16 പറയുന്നത് നമ്മൾ എടുത്ത നമ്പറിന്റെ ട്വൈസ് ആണ് കിട്ടുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എ എന്താണ്? ട്രൂ ആണ് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ബി നോക്കാം. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ബിയിൽ വന്നിട്ട് ലെറ്റ് ദ നമ്പർ ബി എക്സ് ആൻഡ് ദ നമ്പർ ആഡർ സബ്ട്രാക്റ്റഡ് ബി ഡി. അതായത് നമ്പർ പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ആ നമ്പറിലോട്ട് നമ്മൾ ആഡ് ചെയ്യും സബ്ട്രാക്റ്റും ചെയ്യുന്ന നമ്പറിനെ നമുക്ക് ഡി ആയിട്ട് എടുക്കാം. ഇനി ഈ 2 നമ്പേഴ്സിന് നമുക്ക് ആഡ് ചെയ്യും, എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം, അതുപോലെ എക്സ് മൈനസ് ഡി എന്ന് എഴുതാം. അപ്പൊ എക്സ് പറയുന്ന നമ്മുടെ നമ്പറിലൂടെ ഡി പറയുന്ന മറ്റൊരു നമ്പർ ആഡ് ചെയ്യുന്നു, അതായത് എക്സ് പ്ലസ് ഡി, മൈനസ് ചെയ്യുന്നു, അതായത് എക്സ് മൈനസ് ഡി. ഇനി ഇവയുടെ സമ്മ് കണ്ടുപിടിക്കാം, അതായത് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് മൈനസ് ഡി കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പ്ലസ് ഡിയും മൈനസ് ഡിയും ക്രോസ് ചെയ്ത് പോകും. പിന്നെ വരുന്നത് എക്സ് പ്ലസ് എക്സ് ആണ്, അതായത് 2x. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് പറയുന്ന ആ ഒരു നമ്പറിന്റെ ട്വൈസ് ആണ് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ബി എന്താണ്? ട്രൂ ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അതുപോലെ ബി ആണ് എ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ. അപ്പൊ നമുക്ക് എങ്ങനെ റീസൺ ചെയ്യാൻ നോക്കാം. Statement A is a direct application of the algebraic principle described in statement B. So the correct option is third option. Both are true and B is the reason for A. Third question. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യന് 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എയും ബിയും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ വരുന്ന മാർക്ക് പറയുന്നത് 3 മാർക്സ് ആണ്. അപ്പൊ നമുക്ക് എ സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എയില് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The fourth term of an arithmetic sequence is 80 and the 7th term is 60. What is the 10th term of the sequence? What is the first term? അപ്പൊ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ 4th term പറയുന്നത് 80 ആണ്, 7th term പറയുന്നത് 60 ആണെങ്കിൽ 10th term ഈ ഒരു സീക്വൻസിൽ ഏതായിരിക്കും? അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 സെക്ഷൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് x4, അതായത് 4th ടേമിന് നമ്മൾ x4 ആയിട്ട് എടുത്തു, 7th ടേമിന് x7 ആയിട്ട് എടുത്തു. അപ്പൊ x4 പറയുന്നത് 18 തന്നിട്ടുണ്ട്, അതുപോലെ x7 പറയുന്നത് 60 തന്നിട്ടുണ്ട്. ഇനി ഇവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് x7 മൈനസ് x4 ആണ് ഡിഫറൻസ് കാണുന്നത്. അത് പറയുന്നത് 60 മൈനസ് 80 ആണ്, നമുക്ക് കിട്ടുന്നത് -20 ആണ്. പക്ഷേ ഇവിടെ x4ഉം x7ഉം തമ്മിലുള്ള പൊസിഷന്റെ ഡിഫറൻസ് പറയുന്നത് 3 ആണ്. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് ഇൻറ്റു 3 ചെയ്താലേ കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കോമൺ ഡിഫറൻസ് പറയുന്നത് എന്തായിരിക്കും? 3d ആണ് വരിക. അപ്പൊ 3d ഈക്വൽ ടു, അതായത് നമ്മുടെ ആ പൊസിഷൻ കണക്കാക്കിയിട്ടാണ് 3d കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 3d ഈക്വൽ ടു -20 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ്, അതായത് d പറഞ്ഞു കഴിഞ്ഞാൽ -20 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പൊ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ആദ്യം x7 മൈനസ് x4 ചെയ്യുന്നു. അത് നമുക്ക് കിട്ടുന്ന ആൻസർ പറയുന്നത് 3 പൊസിഷൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കോമൺ ഡിഫറൻസിനെ 3D ആയിട്ട് എടുത്തു. അപ്പോൾ അതിന് നമ്മൾ d കണ്ടുപിടിക്കുന്നു. അതായത് നമുക്ക് കിട്ടിയ 3D ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 10th ടേം ആണ് ഈ ഒരു സീക്വൻസിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10th ടേം പറയുന്നത് x10 ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ x7 നിന്നും ഒരു 3 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് 10th ടേം വരുന്നത്. അപ്പോൾ നമുക്ക് x10നെ x7 പ്ലസ് 3d ആയിട്ട് എടുക്കാം. അതായത് അതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ x7 ആണ് നമുക്ക് ഓൾറെഡി അറിയാം 16 പ്ലസ് 3d എന്താണ് 3 ഇൻറ്റു d നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് -20 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇതിൽ ഈ 3യും ഈ 3യും ക്രോസ് ചെയ്ത് പോയി. പിന്നെ വരുന്നത് 60 ഇൻറ്റു 60 -20 ആണ്. ഇവിടെ എന്താണ് മൈനസ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുക്കുന്നത്. 60 - 20 എത്രയാണ് 40 ആണ്. അപ്പോൾ നമ്മുടെ 10th ടേം പറയുന്നത് 40 ആണ്. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ x1 ആയി എടുക്കുന്നു. ഫസ്റ്റ് ടേം പറയുന്നത് x4ൽ നിന്നും ഒരു 3 പൊസിഷൻ പിന്നിലോട്ടാണ് വരുന്നത്. അപ്പോൾ x4 മൈനസ് 3d എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. x4 നമുക്കറിയാം 80 ആണ്. -3 ഇൻറ്റു -20 ബൈ 3 ഇത് നമ്മുടെ d ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ 3യും ഈ 3യും ക്രോസ് ചെയ്തു. പിന്നെ വരുന്നത് -20 ആണ്. അത് മൈനസും മൈനസും പ്ലസ് ആയി. മൈനസ് ഇൻറ്റു -20 പറഞ്ഞാൽ ഈ മൈനസും ഈ മൈനസും കൂടെ പോസിറ്റീവ്. അതായത് 80 പ്ലസ് 20 ആണ് വരിക ഈക്വൽ ടു 100. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് ടേം എന്താണ് 100 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 40യും സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 100ഉം ആണ്. ഇതേ ക്വസ്റ്റ്യൻ്റെ ബി സെക്ഷൻ നോക്കാം. ഇപ്പോൾ ബി സെക്ഷനിലെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 8, 15, 22 can the difference between any two terms be 56? Is 302 a term of this sequence? If so, what is its position? അപ്പോൾ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 8, 15, 22 എക്സെട്ര. അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് 56 ആകുമോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 302 പറയുന്ന ഒരു ടേം ഇതിൽ വരുന്ന ഒരു സീക്വൻസിൽ വരുന്ന ഒരു ടേം ആണോ എന്ന്, ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്താണെന്ന്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്നിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സീക്വൻസ് വന്നിട്ടുണ്ട് 8, 15, 22 എന്നും. അതിൻ്റെ ഫസ്റ്റ് ടേം വന്നിട്ടുണ്ട്, അതായത് എഫ് പറയുന്നത് 8ഉം കോമൺ ഡിഫറൻസ് പറയുന്നത് 15 - 8 ഈക്വൽ ടു 7ഉമാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് കണ്ടുപിടിക്കാൻ അറിയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് വയ്ക്കാം. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ the difference between any two terms of an arithmetic sequence is always a multiple of the common difference. രണ്ട് ടേംസിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്, അതൊരു അരിത്മെറ്റിക് സീക്വൻസിൽ വരുന്ന രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 56 പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. അപ്പോൾ 8 × 7 പറയുന്നത് 56 ആണ്. അപ്പോൾ എന്തായി 56 എന്ന് പറയുന്നത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ വരുന്ന ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 302 പറയുന്നത് ഈ ഒരു സീക്വൻസിൻ്റെ ടേം ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റും 302 തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കാണണം. ഇപ്പോൾ 302 മൈനസ് ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്, ഫസ്റ്റ് ടേം എന്താണ് 8 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 294 ആണ് കിട്ടുക. അപ്പോൾ ഈ 294 പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് വെച്ചാൽ 294 ഡിവൈഡ് ബൈ 7 ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് റിമൈൻഡർ ഇല്ലാതെ നമുക്കൊരു കോഷ്യൻ്റ് കിട്ടുകയാണെങ്കിൽ അതതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ 294 ഡിവൈഡ് ബൈ 7 ചെയ്താൽ നമുക്ക് 42 കിട്ടും. അപ്പോൾ എന്താ ഇതിനർത്ഥം 302 പറയുന്നത് ഈ ഒരു സീക്വൻസിൽ വരുന്ന ടേം ആണെന്ന്. 42 പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ഇതിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ ടേമിൻ്റെയും പൊസിഷൻ പറയുന്നത് n-1 ആണ്. അപ്പോൾ ഇവിടെ n-1 പറയുന്നത് നമുക്ക് 42 ആണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 43 ആണ്. അതായത് -1 നമ്മൾ 42ൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ n ഈക്വൽ ടു 42 + 1 ആവും. അപ്പോൾ n പറയുന്നത് 43 ആണ്. അപ്പോൾ 302 പറയുന്നത് 43rd ടേമിലാണ് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The sum of the first 5 terms of an arithmetic sequence is 40 and the sum of the first 30 terms is 260. അപ്പോൾ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ വരുന്ന ആദ്യത്തെ 5 ടേംസിൻ്റെ സം പറയുന്നത് 40യും
അതുപോലെ തന്നെ ആദ്യത്തെ 13 ടേംസിന്റെ സം പറയുന്നത് 260 ആണെങ്കിൽ വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ ഒരു സീക്വൻസിന്റെ തേർഡ് ടേം എന്താണ്? വാട്ട് ഈസ് ദ സെവൻത് ടേം? സെവൻത് ടേം എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേംസ് എഴുതാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ടേംസിൽ, അത് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് ടേംസിനെ മിഡിൽ ടേമായി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. അതായത് ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പൊ നമുക്ക് ആദ്യത്തെ 5 ടേംസ് പറയുന്നത് S5 ആയി എടുക്കാം, സം ഓഫ് 5 ടേംസ് ആയിട്ട് എടുക്കാം. അത് 40 ആണ് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ ഈ ഒരു 5 ടേംസിന്റെ മിഡിൽ ടേം പറയുന്നത് തേർഡ് ടേം ആണ്, അതായത് x3 ആണ്. അത് 1 2 3 4 5 ഇതിൽ ഈ 1 2 3 4 5ന്റെ മിഡിലായി കിടക്കുന്നത് 3 ആണ്. അപ്പൊ അതാണ് മിഡിൽ ടേം ആയിട്ട് എടുക്കുന്നത്. അതായത് സം ഓഫ് 5 നമ്പേഴ്സ് പറയുകയാണെങ്കിൽ ആ നമ്പർ ഓഫ് ടേംസ് അത് 5 ഇൻറ്റു മിഡിൽ ടേം, അതായത് x3, അതായിരിക്കും സം ഓഫ് 5 നമ്പേഴ്സ്. അത് നമുക്ക് 40 ആണ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ S5 ഈക്വൽ ടു 5 ഇൻറ്റു x3 ദാറ്റ് ഈക്വൽ ടു 40 പറഞ്ഞിട്ട് ഇട്ടു. അപ്പോൾ ഇതിന് നമുക്ക് x3 കണ്ടുപിടിക്കാം. അതായത് 40 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 8. x3 പറയുന്നത് എന്താണ്? തേർഡ് ടേം ആണ്. അപ്പോൾ തേർഡ് ടേം നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സെവൻത്ത് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ 13 ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട് 260. അതായത് S13 പറയുന്നത് 260 ആണ്. അപ്പൊ ഈ S13, അതായത് 1 2 3 മുതൽ 13 വരെ വരുന്ന നമ്പേഴ്സിന്റെ മിഡിൽ ടേം എന്ത് കണ്ടുപിടിക്കാം. മിഡിൽ ടേം എന്താണ്? x7 ആണ്. സെവൻത്ത് ടേം ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ S13 എഴുതും? S13 ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് 13 ഇൻറ്റു മിഡിൽ ടേം x7 ദാറ്റ് ഈസ് ഈക്വൽ ടു 260. അപ്പോൾ ഇതിന്ന് x7 കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 260 ഡിവൈഡ് ബൈ 13 ദാറ്റ് ഈക്വൽ 20. അപ്പോൾ നമ്മളിവിടെ സെവൻത്ത് ടേം കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ x3 കിട്ടി 8, x7 കിട്ടി 20. ഇനി ഇവയെ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് x7 മൈനസ് x3 പറയുന്നത് 4d ആണ്. അപ്പോൾ x7 നമുക്കറിയാം 8 ആണ്, x3 അറിയാം, x7 നമുക്കറിയാം 20 ആണ്, x3 പറയുന്നത് 8 ആണ്. അപ്പോൾ 4d ഈക്വൽ ടു 20 മൈനസ് 8. 20 മൈനസ് 8 എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇത് നമുക്ക് d കണ്ടുപിടിക്കാം. d ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ ഈ 4d നമ്മൾ 4 നമ്മൾ മറ്റേ സൈഡിൽ കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ d ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ടേം എന്താണ് കണ്ടുപിടിക്കുക. ആദ്യത്തെ ടേം പറയുന്നത് എന്താ? x1 ആണ്. അപ്പോൾ x1 പറയുന്നത് x3യിൽ നിന്നും 2 പൊസിഷൻ ബാക്കിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ x3 മൈനസ് 2d ആണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു x3 പറയുന്നത് 8 ആണ്, മൈനസ് 2 ഇൻറ്റു നമ്മൾ കോമൺ ഡിഫറൻസ് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 6 ആണ്. അപ്പോൾ 8 മൈനസ് 6 2. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേമും കിട്ടി, അതുപോലെ കോമൺ ഡിഫറൻസും കിട്ടി. ഫസ്റ്റ് ടേം പറയുന്നത് 2ഉം കോമൺ ഡിഫറൻസ് പറയുന്നത് എന്താണ്? 3ഉം ആണ്. അപ്പോൾ ആദ്യത്തെ ടേം 2 ആണെങ്കിൽ അടുത്ത ടേം എന്തായിരിക്കും? 2 + 3 ചെയ്താൽ മതി 5. അപ്പോൾ മൂന്നാമത്തെ ടേം 5 + 3 8. അപ്പോൾ 8 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 ടേംസ് പറയുന്നത് 2 5 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of first 8 terms of an arithmetic sequence is 240. ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിലത്തെ ആദ്യത്തെ 8 ടേംസിന്റെ സം എന്ന് പറയുന്നത് 240 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫോർത്തും അതുപോലെ ഫിഫ്ത്ത് ടേംസിന്റെ ആ ഒരു സീക്വൻസിൽ വരുന്ന ഈ 2 ടേംസിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തേർഡ് ടേം 15 ആണെങ്കിൽ സിക്സ്ത് ടേം എന്തായിരിക്കും എന്നാണ്. തേർഡ് ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ വരുന്ന, അതായത് ഫസ്റ്റ് 8 ടേംസ് 240 ആയിട്ട് വരുന്ന, അതിന്റെ സമ്മ് 240 ആയിട്ട് വരുന്ന 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ടോട്ടൽ മാർക്ക് 5 മാർക്സ് ആണ്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 8 ടേംസിന്റെ സമ്മ് പറയുന്നത് 240 ആണ്. അതായത് S8 പറയുന്നത് 240 ആണ്. അപ്പോൾ ഒരു ഈവൻ നമ്പർ ഓഫ് ടേംസ് എടുക്കുകയാണെങ്കിൽ എൻഡിൽ വരുന്ന ഓരോ പെയറും, അത് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ഓരോ പെയറിന്റെയും സമ്മായിരിക്കും ഈ അത്രയും നമ്പേഴ്സ് ഓഫ് ടേംസിന്റെ സം വരുന്നത്. അതായത് ഇപ്പൊ S8 ആണെങ്കിൽ മൊത്തം 8 ടേംസ് വരുന്നുണ്ട്. അപ്പൊ അതിലത്തെ ആദ്യത്തെ ടേമും അതുപോലെ അവസാനത്തെ ടേമും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമ്മ് കിട്ടും. അങ്ങനെ അതുപോലെ രണ്ടാമത്തെ ടേമും ഏഴാമത്തെ ടേമും
സം ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അതുപോലെ x3 x6 അതുപോലെ x4 x5 ഇങ്ങനെ ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സമ്മാണ് 240 പറയുന്നത്. അതായത് x1 പ്ലസ് x8ഉം x2 പ്ലസ് x7 ചെയ്താലും അതുപോലെ x3 x6 x4 x5 ഇവരുടെയൊക്കെ സമ്മ് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ x1 പ്ലസ് x8ന്റെ വാല്യൂം x2 പ്ലസ് x7ന്റെ വാല്യൂം അതുപോലെ x3 പ്ലസ് x6ന്റെ വാല്യൂം അതുപോലെ x4 പ്ലസ് x5ന്റെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമുക്ക് 4 പെയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പെയറിന്റെ വാല്യൂ എത്രയെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു 240 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 240 ഡിവൈഡ് ബൈ 4 ചെയ്യുക, 60 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ x1 പ്ലസ് x8 പറയുന്നതും 60 ആയിരിക്കും, x2 പ്ലസ് x7 പറയുന്നതും 60 ആയിരിക്കും, x3 പ്ലസ് x6 പറയുന്നതും 60 ആയിരിക്കും, അതുപോലെ x4 പ്ലസ് x5 പറയുന്നതും 60 ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ 4th ടേമും 5th ടേമിന്റെയും സമ്മാണ് കാണാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കും x4 പ്ലസ് x5ന്റെ സമ്മാണെന്ന്. അപ്പോൾ എന്തായിരിക്കും? 60 തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം x3 പ്ലസ് x6 ഈക്വൽ ടു 60 ആണെന്ന്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് തേർഡ് ടേം പറയുന്നത് 15 ആണെന്ന്. അപ്പം നമുക്ക് ഈ x3ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 15 കൊടുക്കാം. അപ്പോൾ 15 പ്ലസ് x6 ഈക്വൽ ടു 60 ആണ്. അപ്പോൾ ഇതിന് x6 കണ്ടുപിടിക്കുക. അതായത് 60 മൈനസ് 15 ദാറ്റ്സ് ഈക്വൽ ടു 45. അപ്പോൾ ഇതിൽ 6th ടേം നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. ദാറ്റ് 6th ടേം ഈസ് 45. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 8 ടേംസ് 240 ആവാനുള്ള ഒരു ഇക്വേഷൻ പറയുന്നത് എസ് 8 ആണെങ്കിൽ S8 ഈക്വൽ ടു n ഡിവൈഡ് ബൈ 2 എന്ന് വരിക. n പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് 70. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതായത് n ബൈ 2 ഇൻറ്റു 2a പ്ലസ് 70. n പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, a പറയുന്നത് ഫസ്റ്റ് ടേം, d പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് S8 പറയുന്നത് ആ ഒരു ഇക്വേഷൻ വഴി കിട്ടുന്നത് 240 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2a പ്ലസ് 7d ഈക്വൽ ടു 60 കിട്ടും. അതൊരു ഇക്വേഷനായിട്ട് വെക്കാം. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ സീക്വൻസും കണ്ടുപിടിക്കാൻ പോകണം. സീക്വൻസ് 1 എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ എന്റെ സ്ഥാനത്ത് ഒരു -5ഉം ഡിന്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്തതിനാൽ നമുക്ക് 60 കിട്ടുമോ നോക്കാം. അപ്പോൾ എന്റെ സ്ഥാനത്ത് -5ഉം ഡിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? 10ഉം ആണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ 2 ഇൻറ്റു -5 പ്ലസ് 7 ഇൻറ്റു 10 അതായത് -10 പ്ലസ് 70 ഈക്വൽ ടു 60 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ -5ഉം അതുപോലെ കോമൺ ഡിഫറൻസ് 10ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ വെച്ചിട്ട് നമുക്കൊരു പുതിയ സീക്വൻസ് ഉണ്ടാക്കാം. അതായത് ഫസ്റ്റ് ടേം പറയുന്നത് -5 പ്ലസ് ഡിഫറൻസ് ആഡ് ചെയ്യാം പ്ലസ് 10. അപ്പോൾ -5 പ്ലസ് 10 5 വരും. പിന്നെ അതിൽ കൂടെ പ്ലസ് 10 ചെയ്താൽ 15 വരും. അതിൽ കൂടെ പ്ലസ് 10 ചെയ്താൽ 25 വരും. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി സീക്വൻസ് നമ്പർ 2 എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് D2ഉം അതുപോലെ A വന്നിട്ട് 23 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് D2 ഇട്ട് കഴിഞ്ഞാൽ 2a പ്ലസ് നമുക്കിപ്പോൾ ഈ എന്റെ വാല്യൂ എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല വെച്ചാൽ നമ്മൾ ഡിഫറൻസ് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ D നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 2 കൊടുക്കുക. 2a പ്ലസ് 7 ഇൻറ്റു 2 ഈക്വൽ ടു 60 വന്നിട്ട് കൊടുക്കാം. നമുക്ക് 60 കിട്ടണം. അപ്പോൾ ഇതിന് a നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. a പറയുന്നത് 23 കിട്ടും. അപ്പോൾ d പറയുന്നത് 2ഉം a പറയുന്നത് 23 ആയിരിക്കും. അപ്പോൾ a പറയുന്നത് ഫസ്റ്റ് ടേം ആണ് 23 ഇടുക, പ്ലസ് 2 ചെയ്യുക 25, പ്ലസ് 2 ചെയ്താൽ 27, പ്ലസ് 2 ചെയ്താൽ 29. അങ്ങനെ ആ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സീക്വൻസ് നമ്പർ 2 കിട്ടി. ഇനി സീക്വൻസ് നമ്പർ 3 എടുക്കാം. അപ്പോൾ ഇതിൽ a 30 ആയിട്ട് അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ എന്റെ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് d 0 ആണ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് 0 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 30 30 30 30 ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര സീക്വൻസ് വേണം ക്രിയേറ്റ് ചെയ്യാം. അവിടെ സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എൻ്റെയും ഡിൻ്റെയും വാല്യൂ എങ്ങനെ നമ്മൾ ആഡ് ചെയ്താലും അതിൽ 60 വേണം ആൻസർ കിട്ടാൻ. അത് ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. അപ്പോൾ 6 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിലും ഓരോ ക്വസ്റ്റ്യൻസിനും ഡിഫറെൻറ്റ് മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. The algebraic form of an arithmetic sequence is xn equal to 7 minus 5n. To get its 101st term from the 100th term, what we must do is, അതായത് നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. xn ഈക്വൽ ടു 7 മൈനസ് 5n എന്ന്. അപ്പോൾ ഈ ഒരു സീക്വൻസിലുള്ള 100th
ടേമിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് 101st ടേം കണ്ടുപിടിക്കാൻ പറ്റുകയാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എ ആഡ് 5, ബി സബ്ട്രാക്ട് 5, സി ആഡ് 7, ഡി സബ്ട്രാക്ട് 7. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം പറയുന്നത് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. അപ്പോൾ ഇതിൽ എ പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരികയാണെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു 7 - 5n ആണ്. അപ്പോൾ ഇവിടെ വരുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? -5 ആണ്. അപ്പോൾ 100th ടേമിൽ നിന്നും നമുക്ക് 101st ടേം കിട്ടണമെങ്കിൽ 100th ടേമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഒരു 5 സബ്ട്രാക്ട് എടുത്താൽ മതി. അതായത് 5 സബ്ട്രാക്ട് -5 പറഞ്ഞാൽ സബ്ട്രാക്ട് 5 എന്ന് മീനിങ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് സബ്ട്രാക്ട് 5 ആണ്. Question. The position at which the graph of the polynomial x square minus 6x plus 9 meets the horizontal line. അപ്പോൾ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 എന്ന പോളിനോമിയൽ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. എ 3, ബി -3, സി 6, ഡി -6. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഒരു ഗ്രാഫ് ഹൊറിസോണ്ടൽ ലൈന് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ 0 ആകുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പോളിനോമിയൽ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9. അപ്പോൾ ഇത് 0 ആകുമ്പോഴാണ് ആ ഒരു ഗ്രാഫ് വന്നിട്ട് ഹൊറിസോണ്ടൽ ലൈനിൽ മീറ്റ് ആവുന്നത്. അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതിന് എക്സ് - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വന്നിട്ട് എഴുതാൻ പറ്റും. എക്സ് - 3 ഹോൾ സ്ക്വയർ പറഞ്ഞാലും എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 തന്നെയാണ്. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. സോറി, എക്സ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 3. Next question. Prove that the square of any term of the arithmetic sequence 3, 9, 15, etc. is the product of an odd number by 9. അപ്പോൾ ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു സീക്വൻസ് ഉണ്ട്, അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട് 3, 9, 15, etc. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ വരുന്ന ഏതൊരു ടേമിൻ്റെ സ്ക്വയർ എടുത്താലും അത് വന്നിട്ട് ഒരു ഓഡ് നമ്പർ ഇൻറ്റു 9 ആയിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതെന്ന്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഏതാണ്? 3, 9, 15, etc. ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം 3യും അത് എഫ് ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ടേമുമായിട്ടുള്ള അതിൻ്റെ കോമൺ ഡിഫറൻസ് പറയുന്നത് 9 - 3 ദാറ്റ്സ് ഈക്വൽ ടു 6 എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം 3യും കോമൺ ഡിഫറൻസ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഏതൊരു ടേം എടുക്കുകയാണെങ്കിലും അതിനെ എക്സ് എൻ ആക്കിയിട്ട് നമുക്ക് പറയാം. ഏതൊരു ടേം ആണെങ്കിലും അതായത് എക്സ് എൻ എടുത്താലും അതിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് xn ഈക്വൽ ടു എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി. അല്ലെ എഫ് പറയുന്നത് ഫസ്റ്റ് ടേമും n പറയുന്നത് നമ്പർ ഓഫ് ടേംസും അതുപോലെ ഡി പറയുന്നത് കോമൺ ഡിഫറൻസും ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാം. അതായത് 3 പ്ലസ് n - 1 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു, ഇതൊന്നും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം 6n - 3 ആണ് എക്സ് എൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ n പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എക്സ് എന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ക്വയർ എടുത്താലാണ് നമുക്ക് ഒരു ഓഡ് നമ്പറും അതുപോലെ 9ൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ് എന്നിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം. അപ്പോൾ എക്സ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6n - 3 ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു 6n നമ്മൾ 3 × 2 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ അതായത് 6n - 3 എന്നും 3 കോമൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3 പുറത്തോട്ട് എടുത്ത് കോമൺ ആയിട്ട് ബാലൻസ് 2n - 1 ഹോൾ സ്ക്വയർ വരുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 2 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു 9 × 2n - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എക്സ് എന്നിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 9 × 2n - 1 ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന 2n പറയുന്നത് ഈവൺ നമ്പറും
2n മൈനസ് 1 പറയുന്നത് ഓഡ് നമ്പർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2n മൈനസ് 1 പറയുന്നത് ഓഡ് നമ്പർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഓഫ് എനി ടേം ഈസ് 9 മൾട്ടിപ്ലൈഡ് ബൈ 2n മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഏത് ടേം എടുത്താലും അതിൻ്റെ സ്ക്വയർ, ഏത് ടേമിൻ്റെ സ്ക്വയർ എടുത്താലും അതിൻ്റെ റിസൾട്ട് വരുന്നത് 9 മൾട്ടിപ്ലൈഡ് ബൈ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. The sum of two numbers is 6 and their product is 7. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ സമ്മ് പറയുന്നത് 6ഉം അതുപോലെ പ്രൊഡക്റ്റ് 7ഉം ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യനാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. One of these numbers is larger than 3 and the other is smaller than 3. Why? അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട് പറഞ്ഞു. അതിൽ ഒരു നമ്പർ 3നേക്കാളും ലാർജറും ഒരു നമ്പർ 3നേക്കാളും സ്മോളർ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് എയും ബിയും ആയിട്ട് എടുക്കാം. അതിൽ എ പ്ലസ് ബി പറയുന്നത് 6ഉം എ ബി പറയുന്നത് 7ഉം ആണ്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ നമുക്ക് ആവറേജ് എടുക്കാം. അതായത് എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ആണ് ആവറേജ് കാണുന്നത്. ഇതിനകത്ത് 6 ഡിവൈഡ് ബൈ 2 ആണ്. എ പ്ലസ് ബി പറയുന്നത് 6 ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആവറേജ് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും 3 ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് 9 ആയിരിക്കും കിട്ടുക. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 7 ആണ്. പ്ലസ് ചെയ്യുമ്പോൾ 6 കിട്ടും, പക്ഷേ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് 9 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് 7 ആണ്. അപ്പോൾ 7 എന്ന പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഒരു നമ്പർ 3നേക്കാളും കുറവും മറ്റേ നമ്പർ 3നേക്കാളും കൂടുതലും ആയിരിക്കണം. അതുകൊണ്ട് ഈ ഒരു രണ്ട് നമ്പേഴ്സും ഈക്വൽ ആവാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു കോമൺ ആയിട്ട് പറയണമെങ്കിൽ 3 പ്ലസ് ഡിയും 3 മൈനസ് ഡിയും ആയിട്ടാണ് ഈ ഒരു ഇക്വേഷന് നമ്മൾ തെളിയിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെയിം ക്വസ്റ്റ്യനിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ്. അതായത് കാൽക്കുലേറ്റ് ദ നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ രണ്ട് നമ്പേഴ്സിനെ എക്സും 6 മൈനസ് എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് പറയുന്നത് എക്സ് ഇൻറ്റു 6 മൈനസ് എക്സ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 6x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 7 എഴുതി. അതായത് 6 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 7 എന്ന് കൊടുത്തു. ഇത് നമുക്കൊന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതായത് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 7 ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുല പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ഇതിൽ എ പറയുന്നത് 1ഉം ബി പറയുന്നത് മൈനസ് 6ഉം സി പറയുന്നത് 7ഉം ആണ്. അപ്പം നമുക്ക് എങ്ങനെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇത് ഓൾറെഡി മൈനസ് സൈൻ ഇവിടെ ഉണ്ട്, ആ മൈനസ് സൈൻ ഇവിടെ. ബി പറയുന്നത് മൈനസ് 6 ആണ്, അതാണ് ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്നത്. പിന്നെ പ്ലസ് ഓർ മൈനസ് വീണ്ടും മൈനസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സി ആണ്. എ പറയുന്നത് 1ഉം സി പറയുന്നത് 7ഉം ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്വയർ റൂട്ടിനകത്തുള്ളത് ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 6 സ്ക്വയർ പറയുന്നത് 36 ആണ്. 4 ഇൻറ്റു 7 പറയുന്നത് 28 ആണ്. അത് വീണ്ടും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുക. ഈ 8ന് നമ്മൾ 4 ഇൻറ്റു 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2ഉം ബാക്കിയുള്ള സ്ക്വയർ റൂട്ടാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 2 3ഉം 2 ഡിവൈഡ് ബൈ 2 അത് 1ഉം ആവുന്നു. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 3 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആൻഡ് 3 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2. Next question, that is question number 10. Two arithmetic sequences are given below. രണ്ട് arithmetic sequence താഴെ തന്നിട്ടുണ്ട്. അത് 5, 11, 17 etc. 8, 14, 20 etc. അപ്പോൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദി ഫോർത്ത് ടേംസ് ഓഫ് ടു സീക്വൻസസ്. ഈ രണ്ട് സീക്വൻസിൻ്റെയും ഫോർത്ത് ടേംസിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം പറയുന്നത് 5ഉം കോമൺ ഡിഫറൻസ് പറയുന്നത് D1ഉം എടുക്കാം. അതായത് 11 മൈനസ് 5 ഈക്വൽ ടു 6 ആണ് ഫസ്റ്റ് സീക്വൻസിൽ വരുന്ന കോമൺ ഡിഫറൻസും.
ഇനി സെക്കൻഡ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിന് നമ്മൾ A2 ആക്കി പറയാം. അതായത് A2 ഈക്വൽ ടു 8ഉം അതുപോലെ കോമൺ ഡിഫറൻസിന് D2 ആക്കി എടുത്തു കഴിഞ്ഞാൽ D2 ഈക്വൽ ടു 14 - 8 ചെയ്താൽ 6 ആണ് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടിൽ വരുന്ന കോമൺ ഡിഫറൻസും സെയിം ആണ്. അപ്പോൾ നമുക്ക് A2 - A1 ചെയ്യാം. അതായത് നമുക്ക് ഈ രണ്ട് സീക്വൻസിന്റെയും ഫോർത്ത് ടേംസിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A2 - A1 ചെയ്താൽ 8 - 5 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ 10th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ സെക്കൻഡ് സീക്വൻസ് ദാൻ ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ്. ഫസ്റ്റ് 25 ടേംസിന്റെ ഫസ്റ്റ് സീക്വൻസിന്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് 25 ടേംസിന്റെ സെക്കൻഡ് സീക്വൻസിന്റെയും സമ്മിൽ വരുന്ന ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കൂടുതലാണ് സെക്കൻഡ് സീക്വൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് 25 ടേംസിൽ ഫസ്റ്റ് സീക്വൻസിൽ വരുന്ന ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മിനെ S1 ആയിട്ടും സെക്കൻഡ് സീക്വൻസിൽ വരുന്ന ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് S2 ആയിട്ടും എടുക്കാം. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. എത്ര കൂടുതലാണ് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിഫറൻസ് പറയുന്നത് S2 - S1 ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സീക്വൻസിലത്തെ ഓരോ ടേമും എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സീക്വൻസിനെക്കാളും 3 കൂടുതലാണ് എല്ലാത്തിനും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ 25 × 3 ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ S2 - S1 പറയുന്നത് 25 × A2 - A1 ആണ്. A2 - A1 3 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 25 × 3 75 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് സീക്വൻസിൽ വരുന്ന ആദ്യത്തെ 25 ടേംസിന്റെ സമ്മ് പറയുന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് സീക്വൻസിന്റെ സമ്മിനേക്കാളും 75 കൂടുതലാണ്. Next question, that is question number 11. The sequence of the sum of the consecutive terms of an arithmetic sequence starting from the first is 5, 16, 33, etc. അപ്പോൾ ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിന്റെ ഫസ്റ്റും സെക്കൻഡ് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിന്റെ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് എടുത്തിട്ട് ആ ഒരു സീക്വൻസ് പറയുന്നത് 5ഉം 16ഉം 33 ആണ്. അപ്പൊ ഇതിൽ നിന്നും ഫസ്റ്റും സെക്കൻഡ് ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഈ സമ്മിന്റെ സീക്വൻസ് നമുക്ക് എസ് എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ S1 പറയുന്നത് 5ഉം, അതായത് ഈ 5, 16, 13 പറയുന്നത് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മിൽ വരുന്ന സീക്വൻസ് ആണ്. അപ്പൊ S1 5 ആക്കി എടുക്കുക, S2 16 എടുത്തു, S3 33, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു XNന്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് XN ആയിട്ടാണ് എടുക്കുന്നത്. അതായത് അരിത്മെറ്റിക് സീക്വൻസും XN ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ടേം X1 is equal to ഫസ്റ്റ് ടേം S1. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേമും S1ഉം ഈക്വൽ ആയിരിക്കും. കാരണം അത് മറ്റുള്ളവരുമായിട്ട് ആഡ് ചെയ്യുന്നില്ല, ആ ഒരു ടേം തന്നെ എടുക്കുന്നതാവുക. അപ്പൊ X1ഉം S1ഉം ഈക്വൽ ആയിരിക്കും. അതായത് 5 ആണ് X1 വരുന്നത്. The sum of first two terms is S2, that's equal to X1 plus X2 equal to 16. അപ്പൊ ആദ്യത്തെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ടേമിന്റെ സമ്മ് കണ്ടു. ഇനി ആദ്യത്തെ 2 ടേമിന്റെ സമ്മ് പറഞ്ഞാൽ തന്നിരിക്കുന്ന 5 പ്ലസ് ഏതോ ഒരു നമ്പറാണ്. അതായത് S2 ആണ് കണ്ടുപിടിക്കേണ്ടത്. X1 പ്ലസ് X2 ആദ്യത്തെ 2 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് 16 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ X1 നമുക്കറിയാം 5 ആണെന്ന്. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്ക് മറ്റേ X2 കണ്ടുപിടിക്കാൻ പറ്റും. അതായത് X1ന്റെ പകരം 5 ഇടാം, X2ന്റെ പകരം X2 തന്നെ ഇടാം. അതുപോലെ 16 നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയത്. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് X2 കണ്ടുപിടിക്കാം. X2 ഈക്വൽ ടു 16 - 5 ദാറ്റ്സ് ഈക്വൽ ടു 11. അപ്പൊ ഫസ്റ്റ് ടേം 5 എന്ന് കിട്ടി, സെക്കൻഡ് ടേം 11 എന്നും കിട്ടി. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സീക്വൻസിൽ വരുന്ന കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ നേരത്തെ 5ഉം 11 പറഞ്ഞ സീക്വൻസ് കണ്ടുപിടിച്ചു, X1ഉം X2ഉം.
അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് x2 മൈനസ് x1 ആണ് കോമൺ ഡിഫറൻസ്. അതായത് 11 മൈനസ് 5 ഈക്വൽ ടു 6 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. 11ഉം 5ഉം നമുക്ക് കഴിഞ്ഞ ഇതിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ആണ്. ഇനി ഇതിന്റെ ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം ആണ് കണ്ടുപിടിക്കാൻ വന്നത്. അതിന്റെ നോർമൽ ആയിട്ട് ഒരു ആൾജിബ്രിക് ഫോം വന്നിട്ട് xn ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എഫ് പറയുന്നത് ഫസ്റ്റ് ടേം, ഡി പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസും നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 6 എന്ന്. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ xn ഈക്വൽ ടു ഫസ്റ്റ് ടേം പറയുന്നത് f5 ആണ്, പ്ലസ് ഈ 5 ഒക്കെ നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ കണ്ടുപിടിച്ചതാണ്. n മൈനസ് 1 ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ് 6 കണ്ടുപിടിച്ചു, 6 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 പ്ലസ് 6 ഇൻറ്റു n 6n മൈനസ് 6 ഇൻറ്റു 1 6 ഇങ്ങനെ വരും. ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6n ഈ 5 നമ്മൾ 6 മൈനസ് ചെയ്താൽ ബാക്കി മൈനസ് 1 ആണ് വരുന്നത്. 6n മൈനസ് 1 ആണ് ആൾജിബ്രിക് ഫോം വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതും രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എയും ബിയും. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സെക്ഷനാണ്. എ സെക്ഷനിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. One side of a rectangle is 14 centimeter longer than the other and its diagonal is 26 centimeter. ഒരു റെക്റ്റാങ്കിളിന്റെ വൺ സൈഡ് വന്നിട്ട് അതിന്റെ മറ്റ് സൈഡിനേക്കാളും 14 സെന്റിമീറ്റർ കൂടുതലാണ്. ഒരു ഡയഗണൽ പറയുന്നത് 26 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഈ ഒരു ഫാക്റ്റിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കിയിട്ട് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതിന് 4 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇതിന് ആൻസർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ഷോർട്ടർ സൈഡ്, റെക്റ്റാങ്കിളിന്റെ ഷോർട്ടർ സൈഡിന് എക്സ് സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അതുപോലെ ലോങ്ങർ സൈഡിന് എക്സ് പ്ലസ് 14 സെന്റിമീറ്റർ കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 14 സെന്റിമീറ്റർ എടുത്തു. ഡയഗണൽ ഓൾറെഡി തന്നിട്ടുണ്ട് 26 സെന്റിമീറ്റർ എന്ന്. അപ്പൊ നമ്മുടെ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് സൈഡ് 1 സ്ക്വയർ പ്ലസ് സൈഡ് 2 സ്ക്വയർ ഈക്വൽ ടു ഡയഗണൽ സ്ക്വയർ ആണ്. അപ്പം നമ്മുടെ രണ്ട് സൈഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എക്സും ഒന്ന് എക്സ് പ്ലസ് 4 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ, അപ്പോൾ നമ്മളിതിൻ്റെ സ്ക്വയർ ആണ്. സൈഡ് 1 പറയുന്നത് എക്സും സൈഡ് 2 പറയുന്നത് എക്സ് പ്ലസ് 14 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 14 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡയഗണൽ പറയുന്നത് 26 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ 26 സ്ക്വയർ. അതായത് ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഈ ഒരു ഇതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 28 എക്സ് പ്ലസ് 196 വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു 26ന്റെ സ്ക്വയർ 676. അപ്പോൾ ഇതിന് നമുക്കൊന്നും കൂടി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് മാറ്റാം. 2x സ്ക്വയർ പ്ലസ് 28x പ്ലസ് 196 മൈനസ് 676 ഈക്വൽ ടു 0 എന്ന് വന്നു. ഈ 2x സ്ക്വയർ എങ്ങനെ വന്നു വെച്ചാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് ഈ ഒരു എക്സ് സ്ക്വയർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 2x സ്ക്വയർ വന്നു. ബാക്കി 28x പ്ലസ് 196 676ന് ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 676 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അത് നമ്മളൊന്നും 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 28 divided by 2 14x minus 480 divided by 2 240. x square plus 14x minus 240 equal to 0 ആണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊരു ഫാക്ടറിങ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടറിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 240യും പ്ലസ് ചെയ്താൽ 14ഉം കിട്ടണം ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 240യും ആഡ് ചെയ്താൽ 14 കിട്ടുന്ന ടേംസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 24ഉം 10ഉം എടുത്തു കഴിഞ്ഞാൽ 24ഉം മൈനസ് 10ഉം എടുത്തു കഴിഞ്ഞാൽ 24 ഇൻറ്റു മൈനസ് 10 പറയുന്നത് മൈനസ് 240യും 24 മൈനസ് 10 പറയുന്നത് പ്ലസ് 14ഉം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രണ്ട് ടേംസ് ഇങ്ങനെ എടുക്കാം. 24ഉം മൈനസ് 10ഉം ആയിട്ട്, അതായത് എക്സ് പ്ലസ് 24ഉം എക്സ് മൈനസ് 10ഉം ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് 24ഉം എക്സ് ഈക്വൽ ടു 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെങ്ത്ത് നെഗറ്റീവായിട്ട് എടുക്കാത്തതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് 10 എടുക്കാം. ഈ വാല്യൂ എടുക്കാം. കാരണം എക്സ് 24 പറയുന്നത് മൈനസ് വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ലെങ്ത്ത് പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്
ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു സൈഡ് പറയുന്നത് 10ഉം മറ്റേ സൈഡ് പറയുന്നത് ആ ഒരു സൈഡിനേക്കാളും 14 സെൻറ്റിമീറ്റർ കൂടുതൽ. അതായത് 10 + 14 സെൻറ്റിമീറ്റർ കൂടുതൽ 24 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ സൈഡ്സ് പറയുന്നത് 10 സെൻറ്റിമീറ്ററും 24 സെൻറ്റിമീറ്ററും ആണ്. നെക്സ്റ്റ് നമ്മൾ 12th ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ ബി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 7 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ആ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡിനേക്കാളും 7 സെൻറ്റിമീറ്റർ കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 60 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പെർപെൻഡിക്കുലർ സൈഡിനെ, അതായത് ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡിനെ എക്സ് ആക്കിയിട്ടും മറ്റേ സൈഡിനെ x+7 ആക്കിയിട്ട് എടുക്കുക. കാരണം ഈ ഒരു സൈഡിനേക്കാളും കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x+7 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എൻ്റെ ഇക്വേഷൻ. അത് നമുക്ക് തന്നിട്ടുമുണ്ട് 60 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ നമ്മുടെ ഹാഫ് ഇൻറ്റു ബേസ് പറയുന്നത് നമ്മൾ എക്സ് ആക്കി എടുത്തു, ഹൈറ്റ് പറയുന്നത് x+7 ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+7 ഈക്വൽ ടു 60 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്കിവിടെ ഏരിയ തന്നിട്ടുണ്ട്. അത് ഇക്വേഷനിനകത്ത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു x+7 ഈക്വൽ ടു 120 കിട്ടും. ഈ 1/2 നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 60 × 2 ആവും. അതിനാണ് ഇത് 120 ആയത്. ഇനി ഇത് നമ്മൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. x² + 7x - 120 ഈക്വൽ ടു 0 കിട്ടും. അതായത് x × x x², x × 7 7x ഇത്രയും വന്നിട്ട് ഈ ഒരു പോർഷനാണ്. പിന്നെ ഈ ഒരു 120നെ ഈക്വൽ ടു ഈ സൈഡിൽ കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് പോയിട്ട് നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളൊരു ഫാക്ടറിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ട് 120യും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120യും ആഡ് ചെയ്യുമ്പോൾ 7 വരുന്ന രണ്ട് നമ്പേഴ്സിന് എടുക്കണം. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള നമ്പേഴ്സാണ് 15ഉം 8ഉം. അപ്പോൾ 15 + 8 ചെയ്താൽ 15 + -8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 ആയിരിക്കും, +7 ആയിരിക്കും. അതുപോലെ 15 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -120 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടേംസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് x+15 × x - 8 ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് -15ഉം വേറെ എക്സ് 8ഉം ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ലെങ്ത് വന്നിട്ട് നെഗറ്റീവ് നമ്പർ എടുക്കാറില്ല, പോസിറ്റീവ് നമ്പർ തന്നെ എടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ 8 ആക്കിയിട്ട് എടുത്തു. ഇനി നമുക്കത് ഇക്വേഷൻസിൽ കൊണ്ടുപോയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി. എക്സ് പറയുന്നത് 8 സെൻറ്റിമീറ്ററും x+7 പറയുന്നത് 15 സെൻറ്റിമീറ്ററും. ഇത് നമ്മൾ നേരത്തെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ് സെൻറ്റിമീറ്റർ പറയുന്നത് റൈറ്റ് ആംഗിളിലുള്ള പെർപെൻഡിക്കുലർ സൈഡും മറ്റേ സൈഡ് വന്നിട്ട് x+7 ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഇതൊന്നും കൂടി സോൾവ് ചെയ്യാം. അതായത് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്, 8² 15². അപ്പോൾ ഇവിടെ 8 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 15 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 289 ആണ്, അതായത് 17 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് എന്ന് പറയുന്നത് 8ഉം 15ഉം 17 സെൻറ്റിമീറ്ററുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 13. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെയും 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് എഴുതിയാൽ മതി. ഇതിൽ വരുന്ന മാർക്സ് പറയുന്നത് 5 മാർക്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അതിലും ഈ എ പറഞ്ഞ സെക്ഷനകത്തും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് എൻ ഓഡ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 6 ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ്, വാട്ട് ഈസ് ദ റീസൺ? അതായത് അതായത് ഒരു നമ്പറിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന റിമൈൻഡർ ഓഡ് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണോന്ന് അതിൻ്റെ റീസണും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് ആൾജിബ്രിക് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ
നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന റിമൈൻഡേഴ്സ് ഓഡ് വരുന്ന റിമൈൻഡേഴ്സിന്റെ സീക്വൻസ് ആണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പോസിബിൾ ആയിട്ട് വരുന്ന നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ട് വരുന്ന റിമൈൻഡേഴ്സ് പറയുന്നത് 0 മുതൽ 5 വരെ നമ്പേഴ്സ് ആയിരിക്കും. അത് 6ന് താഴെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരിക. അതായത് ഓഡ് റിമൈൻഡേഴ്സ് പറയുന്നത് 1 അതിൽ അപ്പോൾ 0 1 2 3 4 5 ആയിരിക്കും കോമൺ ആയിട്ട് വരുന്ന റിമൈൻഡേഴ്സ്. അതിൽ വരുന്ന ഓഡ് റിമൈൻഡേഴ്സ് പറയുന്നത് 1ഉം 3ഉം 5ഉം ആണ്. അപ്പോൾ the natural numbers that leave these remainders are of the form 6k plus 1, 6k plus 3 or 6k plus 5. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും ആ റിമൈൻഡേഴ്സിന്റെ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ഒരു അസെൻഡിങ് ഓർഡറിലാക്കി കൊടുക്കാം. അതായത് 1 3 5 7 9 11 ഇതിന്റെയൊക്കെ റിമൈൻഡേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന സീക്വൻസ് പറയുന്നത് 1 3 5 7 9 11 ആണ്. അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടി. ഇനി ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് വെച്ചാൽ അവരുടെ കോമൺ ഡിഫറൻസ് പറഞ്ഞ അതായത് രണ്ടിൻ്റെയും ഇപ്പോൾ 3 - 1 ചെയ്താൽ 2 ആ കിട്ടുക, 5 - 3 ചെയ്താൽ 2 ആ കിട്ടുക, 9 - 7 ചെയ്താലും 2 ആ കിട്ടുക, അതുപോലെ 11 - 9 ചെയ്താലും 2 കിട്ടുക. അപ്പോൾ അവരുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. അതായത് ഇവരുടെ വരുന്ന ഡിഫറൻസ് പറയുന്നത് എപ്പോഴും 2 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഈ ഇതിൽ വരുന്ന സീക്വൻസ് പറയുന്നത് ഓഡ് നമ്പറിന്റെ സീക്വൻസ് ആണ്. അതായത് xn = 2n - 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം പറയുന്നത് n² ആണ് വരിക. അതായത് ആ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ വരുന്നത് n². അപ്പോൾ ഇവിടെ കിട്ടുന്ന നമുക്ക് ഓൾജിബ്രിക് ഫോം പറയുന്നത് സമ്മിന്റെ ഓൾജിബ്രിക് ഫോം പറയുന്നത് Sn = n² ആണ്. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യന്റെ ബി സെക്ഷൻ ആണ്. ഇപ്പോൾ എന്താ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. ദ ഫസ്റ്റ് ടേം ഓഫ് an arithmetic sequence is 4 and the common difference is 3. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 4ഉം കോമൺ ഡിഫറൻസും 3യും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 10 ടേംസിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് കാൽക്കുലേറ്റ് ദ സം ഓഫ് 10 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദി സീക്വൻസ് ഫ്രം ദ സെക്കൻഡ് ടു 11th ടേം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സെക്കൻഡ് ടേം മുതൽ 11th ടേം വരുന്ന ഒരു 10 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് F4ഉം അതുപോലെ കോമൺ ഡിഫറൻസ് 3യും തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ n ടേംസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പറയുന്നത് Sn = n/2 × 2f plus n - 1 × d. അതിൽ n പറയുന്നത് നമ്പർ ഓഫ് ടേംസും f പറയുന്നത് ഫസ്റ്റ് ടേമും d പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ട്, അത് ഇതിനകത്ത് അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് S10 = n-ന്റെ പകരം 10 കൊടുത്തു, 10/2 × 2 × f-ന്റെ പകരം 4 കൊടുത്തു, പ്ലസ് 10 - 1 × d-ന്റെ പകരം 3 കൊടുത്തു. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 175 ആണ്. അപ്പോൾ ആദ്യത്തെ 10 നമ്പറിന്റെ സമ്മ് പറയുന്നത് 175 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് x2 മുതൽ x11 വരെയുള്ള ടേംസിന്റെ സമ്മാണ് കാണേണ്ടത്. അതും 10 ടേംസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് x2 പറയുന്നത് ഇത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് f plus n - 1 × d പറഞ്ഞിട്ട് ആ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. അതായത് 4 + 2 - 1 × 3 = 7 കിട്ടും. അപ്പോൾ x2 കിട്ടി. ഇതേപോലത്തെ നമുക്ക് x11 കണ്ടുപിടിക്കാം. 4 + 11 - 1 × 3 = 4 + 30 = 34. നമുക്ക് x2ഉം x11ഉം കിട്ടി. ഇനി നമുക്ക് ഈ ഒരു രണ്ട് വാല്യൂസ് വെച്ചിട്ടും സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ് ഡിവൈഡ് ബൈ 2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം.
നമ്പർ ഓഫ് ടേംസ് എത്രയാണ് 10 ആണ്. അപ്പോൾ 10/2 ഇൻറ്റു 7 + 34 ചെയ്യുക. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 205 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സമ്മ്. അപ്പോൾ സെക്കൻഡ് ടേം മുതൽ 11th ടേം വരെയുള്ള സം എന്ന് പറയുന്നത് 205 ആണ് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനകത്ത് തന്നെ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ വരുന്ന 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ക്യാൻ ദ സം ഓഫ് എനി 10 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് ബി 500 വൈ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു 10 കോൺസിക്യൂട്ടീവ് ടേം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസിൽ വരുന്ന 10 കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മ് 500 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 കോൺസിക്യൂട്ടീവ് ടേം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് mth ടേമിലാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മ് പറയുന്നത് നമ്മുടെ ആ ഒരു ഇക്വേഷൻ വെച്ച് നോക്കാം. അതായത് n/2 ഇൻറ്റു 2 ഇൻറ്റു f പ്ലസ് n - 1 ഇൻറ്റു d പറഞ്ഞ ആ ഒരു ഇക്വേഷനിൽ ഇട്ട് നോക്കാം. അതായത് 10/2 ഇൻറ്റു 2xm പ്ലസ് 10 - 1 ഇൻറ്റു d കൊടുത്തു. ഇതിൽ 10/2 പറയുന്നത് 5 ആണ്. ബാക്കി നമ്മൾ 10 - 1 പറയുന്നത് 9 ആണ്. d പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 3 എന്നാണ്. അത് നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 2xm പ്ലസ് 9 ഇൻറ്റു 3 27 കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ എസ് ആണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് xm കാണാം, nth ടേം കാണാം. അതായത് xm അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് f പ്ലസ് n - 1 ഇൻറ്റു d എന്ന്. അപ്പോൾ ഇതിൽ xm എന്നാണ് നമ്മൾ എടുക്കുന്നത്. അല്ല f പറയുന്നത് നമുക്കറിയാം 4 പ്ലസ് m - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3. അപ്പോൾ ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3m + 1 കിട്ടും. അപ്പോൾ ഈ 3m + 1നെ ഇവിടെ xmന്റെ പകരം ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് s = 5 ഇൻറ്റു 2 ഇൻറ്റു xmന്റെ പകരം 3m + 1 + 27 കൊടുത്താൽ. അപ്പോൾ ഇതിന് നമ്മൾ ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡിൽ 30m + 145 കിട്ടും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് = 500 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് എമ്മിന് >1 വാല്യൂ ഇൻറ്റിജർ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് = 500 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 30m + 145 = 500 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുക. 30m = 500 - 145 ചെയ്യുക. ദാറ്റ് ഈസ് = 355 കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് m കണ്ടുപിടിക്കാം. m = 355 / 30 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫർദർ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 11.83 എക്സെട്ര ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് m പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ അല്ല. അതുകൊണ്ട് തന്നെ 10 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് ഒരിക്കലും 500 വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 14th ക്വസ്റ്റ്യൻ. ഇതിന് 5 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതും ഒരു 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ algebraic ഫോം ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ് 6, 10, 14. അപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് 6, 10, 14 എക്സെട്ര. ഇത് ഈ സീക്വൻസിലുള്ള ആദ്യത്തെ n ടേംസിന്റെ സമ്മിന്റെ algebraic ഫോം റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീക്വൻസിൽ നിന്നും ഫസ്റ്റ് ടേം 6 അതുപോലെ കോമൺ ഡിഫറൻസ് 4 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ algebraic ഫോമിന്റെ ഇക്വേഷൻ, അതായത് ആദ്യത്തെ n ടേംസിന്റെ സമ്മിന്റെ algebraic ഫോം പറയുന്നത് Sn = n/2 × 2f + n - 1 × d ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് n/2 × 2 × f പറയുന്നത് 6 + n - 1 × ഡിഫറൻസ് പറയുന്നത് 4. അപ്പോൾ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൻഡിൽ നമുക്ക് Sn = 2n² + 4n കിട്ടും. അപ്പോൾ ഇതാണ് ആദ്യത്തെ n ടേംസിന്റെ സമ്മിന്റെ algebraic ഫോം വരുന്നത്. അതായത് 2n² + 4n. അപ്പോൾ 14th ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ how many consecutive terms starting from the first of the sequence must be added to get 880? അതായത് ഫസ്റ്റ് ടേം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കോൺസിക്യൂട്ടീവ് ടേംസ് ആഡ് ചെയ്താലാണ് നമുക്ക് ഒരു സമ്മായ 880 കിട്ടുന്നതെന്ന്. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ കണ്ടുപിടുത്താൻ നോക്കാം. അപ്പോൾ നമ്മുടെ സീക്വൻസ് പറയുന്നത് 6, 10, 14 ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം പറയുന്നത് 6ഉം അതുപോലെ കോമൺ ഡിഫറൻസും 4 ആണ്. ഇനി നമുക്ക് Sn കണ്ടുപിടിക്കണമെങ്കിൽ Sn പറഞ്ഞാൽ നമ്മളിൻ്റെ n ടേംസിന്റെ ഫസ്റ്റ് മുതൽ n ടേംസിന്റെ
സം കണ്ടുപിടിക്കണമെങ്കിൽ എസ് എൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എസ് എൻ 880 ആണെന്ന് ഓൾറെഡി 880 കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ് എൻ നമ്മൾ 880 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് എസ് എൻ ഈക്വൽ ടു 2n² + 4n. നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കിട്ടിയ ഇക്വേഷനാണിത്. അപ്പോൾ 2n² + 4n ആണ് നമ്മുടെ 880 വരുന്നത്, 880 വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് n² + 2n - 440 = 0 കിട്ടാം. അപ്പോൾ ഇതിന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ എ പറയുന്നത് 1ഉം അതുപോലെ ബി പറയുന്നത് 2ഉം അതുപോലെ സി പറയുന്നത് -440 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനകത്ത് ഇടുക. ഇത് വന്നിട്ട് -b ± സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac / 2 പറഞ്ഞ ആ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് n ഈക്വൽ ടു -2 ± സ്ക്വയർ റൂട്ട് ഓഫ് 2² - 4 × 1 × -440 ചെയ്തു. അപ്പോൾ ഇതൊന്ന് -440നെ ഇൻറ്റു -4 ചെയ്യുമ്പോൾ +1760 കിട്ടി. 2² പറയുന്നത് 4. പിന്നെ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുകയാണ്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് / 2 ചെയ്യാം. റൂട്ട് ഓഫ് 1764 പറയുന്നത് 42 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് -2 ± ഇതിൻ്റെ സ്ക്വയർ റൂട്ട് പറയുന്നത് 42 ആണ് / 2. ഇനി നമ്മുടെ സം പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട്, അല്ല n പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മളിവിടെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. അതായത് n ഈക്വൽ ടു -2 + 42 / 2 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ n പറയുന്നത് 20 ആണ് കിട്ടുന്നത്. അപ്പോൾ 20 കോൺസിക്യൂട്ടീവ് ടേംസ് നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് സം പറയുന്ന 880 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 20 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ സി ആണ്. അപ്പോൾ ഇതിനകത്ത് 15 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അതായത് 15th ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. All 3-digit numbers that can be formed using the digits 3, 8, 9 without repetition are written on slips of paper and put in a box. If a slip is drawn from the box, what is the probability that the number is less than 800? അതായത് 3, 8, 9 വരുന്ന ഈ 3 ഡിജിറ്റ് കൊണ്ട് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന 3-digit നമ്പേഴ്സ് റിപ്പീറ്റേഷൻ ഇല്ലാതെ ഒരു സ്ലിപ്പിൽ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ആ ഒരു ബോക്സിൽ നിന്നും ഒരു സ്ലിപ്പ് എടുക്കുന്ന സമയത്ത് ആ സ്ലിപ്പിൽ വരുന്ന നമ്പർ 800-ന് താഴെ വരാനുള്ള പ്രോബബിലിറ്റി എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 1/3, B 2/3, C 1/6, D 5/6. അപ്പോൾ ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്ന ഡിജിറ്റ്സ് പറയുന്നത് 3, 8, 9 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എത്ര 3-digit നമ്പേഴ്സ് ഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഈ ഒരു 3 ഡിജിറ്റ്സിൻ്റെ പെർമ്യൂട്ടേഷൻ ആണ് നോക്കുന്നത്. അതായത് 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ പറയുമ്പോൾ 3 × 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് 6 കോമ്പിനേഷൻസ് ഈ ഒരു 3 നമ്പേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ കോമ്പിനേഷൻസ് വന്നിട്ട് 389, 398, 839, 893, 938, 983. അപ്പോൾ ഇതിൽ 800-ന് താഴെയുള്ള നമ്പേഴ്സ് പറയുന്നത് ഒന്ന് 389-ഉം അതുപോലെ തന്നെ 398-ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഫേവറബിൾ നമ്പേഴ്സ് പറയുന്നത് 389-ഉം 398-ഉം ആണ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ഇതിൽ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് 2 എണ്ണവും ടോട്ടൽ ഔട്ട്കംസ് നമുക്ക് 6 ആണുള്ളത്. അപ്പോൾ 2 / 6 ആണ് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ 1/3 ആണ്. അപ്പോൾ 1/3 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. അപ്പോൾ അത് A 1/3 വരുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് A 1/3. Question number 16. A point is marked within each of the circles shown in the picture. താഴെ നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓരോ പോയിന്റ് വീതം മാർക്ക് ചെയ്യാൻ പോവുകയാണ്. If the probability that the point is within the shaded part of the first circle is taken as P and the probability that the point is within the shaded part of the second circle is taken as Q, then what is the relation between P and Q?
അതായത് ആദ്യത്തെ സർക്കിളിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആ ഷെയ്ഡഡ് ഏരിയയിൽ തന്നെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ പ്രോബബിലിറ്റിനെ നമ്മൾ പി ആയിട്ട് എടുക്കുന്നു. അതേസമയം രണ്ടാമത്തെ സർക്കിളിൽ ആ ഷെയ്ഡഡ് ഏരിയയിലാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ പ്രോബബിലിറ്റിനെ ക്യൂ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയും ക്യൂവും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ പി ഈക്വൽ ടു 1 മൈനസ് ക്യൂ, ബി പി ഈക്വൽ ടു 1/2 മൈനസ് ക്യൂ, സി പി ഈക്വൽ ടു 1/2 ക്യൂ ആൻഡ് പി ഈക്വൽ ടു ക്യൂ. അപ്പോൾ ഇതിന് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു ജിയോമെട്രിക്കൽ വരുന്ന പ്രോബബിലിറ്റി പറയുന്നത് ടോട്ടൽ ഏരിയൻ്റെയും അതുപോലെ തന്നെ ഫേവറബിൾ ഏരിയയും, അതായത് ഫേവറബിൾ ഏരിയൻ്റെയും ടോട്ടൽ ഏരിയൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സർക്കിൾ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ടോട്ടൽ ഏരിയയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഏരിയയുടെ വേണ്ട ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ പറയുന്നത് πr² ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഈ 60 വരുന്ന ഈ ഒരു പോർഷൻ, ഈ 60 ഡിഗ്രിയിൽ വരുന്ന ഈ ഒരു പോർഷൻ മാത്രം കണ്ടുപിടിക്കണമുണ്ട്. നമ്മുടെ സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി വരുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് 60 / 360 ആണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 60/360 ഇൻറ്റു പൈ ഇൻറ്റു r². നമ്മൾ r പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1² എടുത്തു. അപ്പോൾ ഇതിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/6 പൈ ആണ് ഷെയ്ഡഡ് ഏരിയൻ്റെ ഷെയ്ഡഡ് സെക്ടറിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ഏരിയ പറയുന്നത് πr² ആണ്. അതായത് പൈ ഇൻറ്റു 1² ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. അപ്പോൾ ഷെയ്ഡ് ചെയ്ത സെക്ടറിൻ്റെ ഏരിയ പറയുന്നത് 1/6 പൈയും ടോട്ടൽ ഏരിയ പറയുന്നത് പൈയും ആണ് കിട്ടി. ഇനി നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി പറയുന്നത് പി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് പി ഈക്വൽ ടു പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഫേവറബിൾ ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ ആണ്. അതായത് ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ നമുക്ക് ഫേവറബിൾ ഏരിയ എന്താ കിട്ടിയത്? 1/6 പൈ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എന്താണ്? പൈ ആണ് കിട്ടിയത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/6 ആണ് പി കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സർക്കിളിലും ചെയ്യാം. സെക്കൻഡ് സർക്കിളിൻ്റെ ഷെയ്ഡഡ് സെക്ടറിൻ്റെ ഏരിയ പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ 60/360 ഇൻറ്റു പൈ r² ആണ്. അപ്പോൾ ഇവിടെ r പറയുന്നത് 2 ആണ്. 2² ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/6 ഇൻറ്റു 4 പൈ ആണ് ആൻസർ കിട്ടുന്നത്. ഇനി ടോട്ടൽ ഏരിയ നോക്കാം. πr² ആണ്. പൈ ഇൻറ്റു 2² ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പൈ കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് സർക്കിളിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം, അതായത് ക്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ക്യൂ പറയുന്നത് ഷെയ്ഡഡ് സെക്ടറിൻ്റെ ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ ആണ്. അതായത് 1/6 ഇൻറ്റു 4 പൈ ഡിവൈഡ് ബൈ 4 പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഈ 4 പൈയും 4 പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 1/6 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പി ഈക്വൽ ടു ക്യൂ ആണെന്ന് മനസ്സിലായി. പിയും 1/6 ആണ്, ക്യൂയും 1/6 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ഡി ആണ്. ദാറ്റ് ഈസ് പി ഈക്വൽ ടു ക്യൂ. Next question number 17. In the picture, the ends of a chord of the circle are joined to the center of the circle. If a point is marked inside the circle, what is the probability that it is inside the circle? അപ്പോൾ 17th ക്വസ്റ്റ്യനിൽ 2 സെക്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പിക്ചറിൽ പറഞ്ഞ പോലെ ഒരു സർക്കിളിൽ 2 കോഡിനെ ഒരു സെൻറ്റർ ഓഫ് ദി സർക്കിളിൽ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണമെങ്കിൽ, ഒരു സർക്കിളിനകത്ത് മാർക്ക് ചെയ്യണമെങ്കിൽ ആ പോയിന്റ് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരിക എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു മാർക്ക് ചെയ്യാൻ പോണ പോയിന്റ് സർക്കിളിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലാണോ ഈ ഒരു പോയിന്റ് വരിക ഇല്ലേ എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 17th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് സെയിം ഫിഗർ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് സെഗ്മെന്റ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഈ ഷെയ്ഡഡ് സെഗ്മെന്റ്, ഈ ഒരു ഏരിയയിൽ ഷെയ്ഡഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതിനകത്തായിരിക്കും വരിക എന്നുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഒരു പോയിന്റ് ഈ ഒരു ഷെയ്ഡഡ് സെഗ്മെന്റിനകത്താണ് വരിക എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ ടോട്ടൽ ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡഡ് സെഗ്മെന്റ് ഏരിയന്റെ റേഷ്യോ കണ്ടാൽ മതി.
അപ്പോൾ ഏരിയ ഓഫ് ടോട്ടൽ സർക്കിൾ പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ആർ പറയുന്നത് 2 സെന്റിമീറ്റർ നമുക്ക് പിക്ചറിൽ നിന്ന് കിട്ടും. അപ്പോൾ പൈ ആർ സ്ക്വയർ ഈക്വൽ ടു പൈ ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സർക്കിൾ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് സെഗ്മെന്റ് ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അതിന് വന്നിട്ട് നമ്മൾ ഈ ഒരു ടോട്ടൽ ഷെയ്ഡഡ് സെഗ്മെന്റ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് ഡിഗ്രി എന്നൊന്നും തന്നിട്ടില്ല, ആംഗിൾ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആംഗിളിനെ തീറ്റ വേണ്ടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടോട്ടൽ ഈ ഒരു ഏരിയയുടെ ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു തീറ്റ ബൈ 360. അതായത് ഈ ഒരു സർക്കിളിന്റെ ടോട്ടൽ പറയുന്നത് 360 ഡിഗ്രി ആണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു സെക്ഷൻ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആംഗിൾ തന്നിട്ടില്ല, അതിനെ തീറ്റയായിട്ട് എടുത്തു. അപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം ഈക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു 4 പൈ. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ പൈ ബൈ 90 കിട്ടും. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിഗ്രി അറിയാത്തതുകൊണ്ട് 1/2 ആർ സ്ക്വയർ സൈൻ തീറ്റ കൊണ്ട് എടുത്തു. ദാറ്റ് ഈസ് ഇക്വൽ 1/2 2 സ്ക്വയർ സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഇക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ കിട്ടി, അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിളും കിട്ടി. ഇനി ഇതും ഇതിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഓഫ് സെഗ്മെന്റ് കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 തീറ്റ പൈ ഡിവൈഡ് ബൈ 90 മൈനസ് 2 സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി പറയുന്നത് ഏരിയ ഓഫ് സെഗ്മെന്റ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് എന്താണ്? തീറ്റ പൈ 90 മൈനസ് 2 സൈൻ തീറ്റ. അപ്പോൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ പറയുന്നത് 4 പൈ ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നിട്ട് അൺസോൾവബിൾ ആണ്. കാരണം നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞാൽ, സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വന്നിട്ടൊരു അൺസോൾവബിൾ ആണ്, കാരണം സെൻട്രൽ ആംഗിൾ നമുക്ക് അറിയാത്തതുകൊണ്ട്. നെക്സ്റ്റ് question number 18. If a 3-digit number is chosen and divided by 4, what is the probability that the remainder is 3? അപ്പോൾ ഏതെങ്കിലും ഒരു 3-digit നമ്പർ ചൂസ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് ആൻസർ എഴുതാൻ. അപ്പോൾ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഫേവറബിൾ ഔട്ട്കംസ് കണ്ടുപിടിക്കാം, എന്നിട്ട് ടോട്ടൽ ഔട്ട്കംസും കണ്ടുപിടിക്കാം. ഇതിൻ്റെ റേഷ്യോ ആയിരിക്കും പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 3-digit നമ്പേഴ്സ് എത്ര എണ്ണം വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയാം 100 മുതൽ 999 വരെയാണ് 3-digit നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കൗണ്ട് വന്നിട്ട് n+1 ആണ് വരുന്നത്. അപ്പോൾ ഈ 99 മൈനസ് 100 ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ +1 ചെയ്യാം. അപ്പോൾ 999 മൈനസ് 100 ചെയ്ത് കഴിഞ്ഞാൽ 899 ആണ് കിട്ടുന്നത്. അതിൽ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 900 വരും. ഇനി നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ 3-digit നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ നമുക്ക് 4k + 3 എന്ന ഫോമിൽ എഴുതാവുന്നതാണ്. അതിൽ നമുക്ക് വരുന്ന സ്മോളസ്റ്റ് 3-digit നമ്പർ പറയുന്നത് 103 ആണ്. അതായത് 100 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 3 വരും. അപ്പോൾ ഈ 103 ആൻസർ കിട്ടണമെങ്കിൽ കെൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ 4ഉം 3ഉം കോൺസ്റ്റൻ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് കെൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 25 ആണ് അവിടെ കിട്ടുക. അപ്പോൾ 4 × 25 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 103 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ സ്മോളസ്റ്റ് 3-digit നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആയി കിട്ടുന്നത്. ഇനി അതേസമയം നമുക്ക് ലാർജസ്റ്റ് 3-digit നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ ലാർജസ്റ്റ് 3-digit നമ്പർ എന്ത് നമുക്ക് 999 തന്നെ എടുക്കാം. അതായത് 4 × 249 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 999 കിട്ടും. അവിടെ 3-digit നമ്പറാണ്, ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഇതിന് നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് എഴുതാം. അതായത് കോമൺ ഡിഫറൻസ് 4 വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ 103, 107, 111 എക്സെട്ര അവസാനം വരുന്നത് 999 ആയിരിക്കും. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് പറയുന്നത് n ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്പർ അറിയാം 999, അതുപോലെ ഫസ്റ്റ് നമ്പർ അറിയാം 103, അതേ മൈനസ് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 4 ആണെന്നറിയാം. അപ്പോൾ 999 മൈനസ് 103 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 896 കിട്ടും. ഡിവൈഡ് ബൈ 4 +1 വരും. അപ്പോൾ ഈ 896 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 224 +1 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 225. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി 225 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് അല്ല, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ആണ് 225 എന്നത്.
അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ഫേവറബിൾ ഔട്ട്കംസും വേണം, അതുപോലെ ടോട്ടൽ ഔട്ട്കംസും വേണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കണ്ടുപിടിച്ച് ചെയ്യണം. ടോട്ടൽ ഔട്ട്കംസ് പറയുന്നത് നമ്മുടെ ടോട്ടൽ കൗണ്ട് 900, ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് നമ്മുടെ നമ്മളിവിടെ കണ്ടുവച്ചേ 225. അപ്പോൾ ഇതിന് തമ്മിൽ റേഷ്യോ ഉണ്ടാൽ മതി, അതായത് ഡിവൈഡ് ചെയ്താൽ മതി. 225 ഡിവൈഡ് ബൈ 900 ചെയ്ത് കഴിഞ്ഞാൽ 1/4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇവിടെ വരുന്ന പ്രോബബിലിറ്റി, അതായത് ഏതെങ്കിലും 3 ഡിജിറ്റ് നമ്പർ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന റിമൈൻഡർ 3 ആവാനുള്ള പ്രോബബിലിറ്റി പറയുന്നത് 1/4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. അപ്പോൾ 19th ക്വസ്റ്റ്യൻ നമ്മൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എയും ബിയും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ പറഞ്ഞ സെക്ഷനകത്ത് തന്നെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 5 മാർക്കാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 dice marked with numbers 1 to 6 are rolled together. Calculate the probability that the numbers got. First one, are both odd. Second one, have an odd number as sum. Third one, have an odd number as product. അപ്പോൾ 2 ഡൈസ് എടുത്തിട്ടുണ്ട്, അതിനെ രണ്ടിനും ഒരുമിച്ച് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈസിൽ നമുക്ക് അറിയാം 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ 2 ഡൈസ് എടുത്തിട്ട് ഒരുമിച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റിയാണ് ഫസ്റ്റ് കാണേണ്ടത്. പിന്നെ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റിയാണ് സെക്കൻഡിൽ കാണേണ്ടത്. പിന്നെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് പറയുന്നത് ഒരു ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഔട്ട്കംസിന് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് വരുന്ന ഫേവറബിൾ ഔട്ട്കംസുമായിട്ട് അവ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 2 ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് പറയുന്നത് 6 × 6 ആണ്. അതായത് ഒരു ഡൈയിൽ 6ഉം മറ്റേ ഡൈയിലും 6ഉം, അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 36 ആണ് നമുക്ക് വരുന്ന പോസിബിൾ ഔട്ട്കംസ്. ഇനി ഓഡ് നമ്പർ വരാനുള്ള ഔട്ട്കംസ് നോക്കാം. അപ്പോൾ ഓഡ് നമ്പേഴ്സ് പറയുമ്പോൾ ആ ഡൈസിൽ 1, 3, 5 ആണ്. അപ്പോൾ 3 പോസിബിലിറ്റീസ് ആണ് അവിടെ വരുന്നത്. ഇനി ഈവൺ നമ്പർ വരാനുള്ള പോസിബിലിറ്റി നോക്കാം. അപ്പോൾ അതിൽ ഈവൺ നമ്പേഴ്സ് പറയുന്നത് 2, 4, 6 ആണ്. അവിടെയും 3 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടും ഓഡായി വരേണ്ട പ്രോബബിലിറ്റി എന്താണെന്ന്. അപ്പോൾ ആദ്യത്തെ ഡൈസ് ഓഡാണെങ്കിൽ 3 വേസ് ആണ്, അല്ലെങ്കിൽ 3 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. രണ്ടാമത്തെ ഡൈയും ഓഡാണെങ്കിൽ നമുക്ക് 3 പോസിബിലിറ്റീസാണ് വരുന്നത്. 3 പോസിബിലിറ്റീസ് പറഞ്ഞാൽ 1, 3, 5 ആണ് ഡൈസിൽ വരുന്ന ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതിന് വെച്ചിട്ടാണ് നമ്മൾ 3 പോസിബിലിറ്റീസ് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് ഈ 2 ഡൈസിൻ്റെയും, അതായത് 3 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ 3 × 3 9 ചെയ്യാം. ഇനി ഇത് വെച്ച് നമുക്ക് പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി പറയുന്നത് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം പറയുന്നത് നമുക്ക് 9 കിട്ടിയിട്ടുണ്ട്. അതുപോലെ പോസിബിൾ ഔട്ട്കംസ് പറയുന്നത് 36 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9 ഡിവൈഡ് ബൈ 36 ആണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ 1/4 ആണ് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സമ്മ് ഓഡായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഡൈ ഓടും മറ്റേ ഡൈ ഈവൺ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഓഡിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഓഡാണെങ്കിൽ സെക്കൻഡ് ഈവണും ആണെങ്കിൽ ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് 3 × 3 9. അതായത് ഓഡ് പറയുന്നത് 1, 3, 5 ആണ്. അപ്പോൾ 3 പോസിബിലിറ്റീസ്. ഈവൺ നമ്പർ പറയുന്നതും 2, 4, 6 ആണ്. അവിടെയും 3 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ അത് 9. ഇനി ആദ്യത്തെ ഈവണും രണ്ടാമത്തെ ഓഡാണെങ്കിലും അവിടെയും വരുന്ന ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് 3 × 3 9 ആണ്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് 9 + 9 18 ആണ് കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ പ്രോബബിലിറ്റി പറയുന്നത് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ പോസിബിൾ ഔട്ട്കംസ് ആണ്. അതായത് 18/36. അപ്പോൾ ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും. അപ്പോൾ അവിടെ വരുന്ന പ്രോബബിലിറ്റി പറയുന്നത് 1/2 ആണ്. ഇനി തേർഡ് വൺ നോക്കാം. പ്രൊഡക്റ്റ് ഓഡായിട്ട് കിട്ടണം. അപ്പോൾ പ്രൊഡക്റ്റ് ഓഡായിട്ട് വരണമെങ്കിൽ 2 നമ്പേഴ്സും എന്തായിരിക്കണം? ഓഡായിരിക്കണം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് 3 × 3 9 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി പറയുന്നത് 9/36 = 1/4. അപ്പോൾ രണ്ടും ഓഡാവാനുള്ള പ്രോബബിലിറ്റി വന്നിട്ട് 1/4. അതുപോലെ തന്നെ സം കിട്ടുന്നത് ഓഡ് നമ്പർ ആവുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത് 1/2. അതുപോലെ പ്രൊഡക്റ്റ് ഓഡാവാനുള്ള പ്രോബബിലിറ്റി പറയുന്നത് 1/4 ആണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് സെക്ഷൻ ബി. അപ്പോൾ സെക്ഷൻ ബിനകത്ത് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. There are 20 boys and 15 girls in class 10th A and 15 boys and 20 girls in class 10th B. One student is to be selected from each class for participating in the max fair. Calculate the probability that first one, both are girls. Second one is a girl and the other is a boy. Third one, at least one is a boy. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ 10th A പറയുന്ന ക്ലാസ്സിൽ 20 ബോയ്സും 15 ഗേൾസും ഉണ്ട്. അതേസമയം 10th B പറഞ്ഞ ക്ലാസ്സിൽ 15 ബോയ്സും 20 ഗേൾസും ഉണ്ട്. അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ഫെയറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 പേരും ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒന്ന് ഗേളും മറ്റേത് ബോയും ആവാനുള്ള പ്രോബബിലിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ബോയ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് ടോട്ടൽ ഔട്ട്കംസ് കണ്ടുപിടിക്കുക, അതുപോലെ ഫേവറബിൾ ഔട്ട്കംസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 10th Aയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 20 ബോയ്സും 15 ഗേൾസും ആണ്, ടോട്ടൽ 35. ഇനി 10th Bയിൽ 15 ബോയ്സും 20 ഗേൾസും ആണ്, അവിടെയും ടോട്ടൽ 35 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 35 × 35 ദാറ്റ് ഈസ് 1225 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ബോത്ത് ആർ ഗേൾസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വരുന്ന നമ്പർ ഓഫ് വേസ് പറയുന്നത് 10th ഗേൾസും 10th Aയിലത്തെ ഗേൾസും 10th Bയിലത്തെ ഗേൾസിൻ്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ 10th Aയിൽ വന്നിട്ട് 15 ഗേൾസും 10th Bയിൽ വന്നിട്ട് 20 ഗേൾസും തന്നെ. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് പറയുന്നത് 300 വരുന്നത്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് 300ഉം അതുപോലെ തന്നെ പോസിബിൾ ഔട്ട്കംസ് 1225 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവ തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 49 ആണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ നിന്ന് ഗേളും മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ബോയ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 10th Aയിലത്തെ ഒരു ബോയും അതുപോലെ 10th Bയിൽ നിന്ന് ഗേളാണ് എടുക്കണമെങ്കിൽ അവിടെ വരുന്ന പോസിബിൾ വേസ് പറയുന്നത് ബോയ്സ് 20 ആണ്, അതുപോലെ 10th Bയിലെ ഗേൾസിൻ്റെ എണ്ണവും 20 ആണ്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 400 വരുന്നത്. അതുപോലെ 10th കേസ് 2 എടുക്കാം. 10th Aയിലെ ഗേളും അതുപോലെ 10th Bയിലത്തെ ബോയും എടുക്കാനുള്ള ഒരു പ്രോബബിലിറ്റി. അപ്പോൾ അതിൽ വരുന്ന വേസ് പറയുന്നത് 10th Aയിലെ ഗേൾസ് 15 ആണ്, 10th Bയിലെ ബോയ്സിൻ്റെ നമ്പർ 15 ആണ്. അപ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 225 കിട്ടുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഫേവറബിൾ വേസ് പറയുന്നത് 400 + 225 ആണ്, അതായത് 625. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി പറയുന്നത് ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് പറയുന്നത് 625 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് പറയുന്നത് 1225 ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 25/49 ആണ് നമുക്കിവിടെ ആൻസർ പ്രോബബിലിറ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ്ലീസ്റ്റ് വൺ ഈസ് എ ബോയ്. അപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒന്ന് ബോയ് ആണോ നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബോത്ത് ആർ ഗേൾസിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ 1 മൈനസ് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ഗേൾസിൻ്റെ ബോത്ത് ആർ ഗേൾസിൻ്റെ എടുക്കാം. അതായത് 1 - 12/49 ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 37/49 ആണ് അവിടെ വരുന്ന ആൻസർ. അപ്പോൾ ബോത്ത് ആർ ഗേൾസ് വരുമ്പോൾ പ്രോബിലിറ്റി 12/49ഉം 1 ഈസ് എ ഗേൾ ആൻഡ് അതർ ഈസ് എ ബോയ് വരുമ്പോൾ പ്രോബിലിറ്റി 25/49ഉം അതുപോലെ അറ്റ്ലീസ്റ്റ് 1 ഈസ് എ ബോയ് വരുമ്പോൾ അവിടെ വരുന്ന പ്രോബിലിറ്റി 37/49 ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ ഡി ആണ്. അപ്പോൾ ഇതിനകത്ത് 20 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനും ഓരോ ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 20 ഏതാണെന്ന് നോക്കാം. If a circle is drawn to pass through the points P, Q, R in the picture, the point S would be first one outside the circle, second one inside the circle, third one on the circle, fourth one can't be decided from the given facts. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ഫിഗറും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ PQRS പറഞ്ഞ 3 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സർക്കിളിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് പറയുന്ന പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കുമോ, ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കുമോ, സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കുമോ, തേർഡ് ഓപ്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഫോർത്ത് വന്നിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫാക്ട്സിൽ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്നത് 1 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം.
അപ്പോൾ ഫോർത്ത് വെർട്ടെക്സിൻ്റെ പൊസിഷൻ പറയുന്നത് ഈ ഒരു സർക്കിൾ പാസ് ചെയ്യുമ്പോൾ ഫോർത്ത് വെർട്ടെക്സിൻ്റെ പൊസിഷൻ പറയുന്നത് മറ്റ് 3 വെർട്ടെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ആംഗിൾ PQRും അതുപോലെ ആംഗിൾ PSRൻ്റെ സമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ PQRൻ്റെ സമ്മും അതുപോലെ PSRൻ്റെ സമ്മും 180 ആണെങ്കിൽ എസ് പറയുന്നത് സർക്കിളിലായിരിക്കും. ഇനി PQRൻ്റെയും അതുപോലെ PSRൻ്റെയും സമ്മ് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ എസ് പറയുന്നത് സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. പിന്നെ PQRും PSRൻ്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിനേക്കാൾ ലെസ് ആണെങ്കിൽ എസ് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിളായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഡയഗ്രത്തിലുള്ള ആംഗിൾസ് വന്നിട്ട് അതായത് 100 ഡിഗ്രിയും 85 ഡിഗ്രിയും വന്നിട്ട് ഓപ്പോസിറ്റ് ആംഗിൾ പെയർ കോർഡിലേറ്ററിൽ വരുന്ന പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അവൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഡിഗ്രിയും 85 ഡിഗ്രിയും ആണ്. അപ്പോൾ നമുക്ക് 185 ഡിഗ്രിയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ 185 ഡിഗ്രി പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ആണ്. അപ്പോൾ അവിടെ വരുന്ന കണ്ടീഷൻ പറയുന്നത് ഇൻസൈഡ് ദ സർക്കിളാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നത് സെക്കൻഡ് വൺ ഇൻസൈഡ് ദ സർക്കിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 21. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. അപ്പോൾ താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് റീഡ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ഓപ്ഷന് ചൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണെന്ന് നോക്കാം. ഇൻ എനി സർക്കിൾ ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ എൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ ദ ഓപ്പോസിറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്. അതായത് ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഒരു പോയിന്റിലുള്ള ഒരു ആർക്ക് സബ്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ അത് വന്നിട്ട് സെൻട്രൽ ആംഗിൾ ആ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആണെന്നാണ് ഫസ്റ്റിൽ പറയുന്നത്. ഇത് സർക്കിളിൻ്റെ കേസിലാണ് പറയുന്നത്. പിന്നെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എ വേർട്ടെക്സ് ഇസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ 2 വെർട്ടിസസ്. ഒരു ട്രയാങ്കിളിൽ ഒരു വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് വെർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വന്നിട്ട് സർക്കിൾ റിലേറ്റഡ് ആയതാണ്, രണ്ടാമത്തെ വന്നിട്ട് ട്രയാങ്കിൾ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാവുമെന്ന് നോക്കിയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എ ഈസ് ട്രൂ ബി ഈസ് ഫോൾസ്, സെക്കൻഡ് വൺ വന്നിട്ട് എ ഈസ് ഫോൾസ് ബി ഈസ് ട്രൂ, തേർഡ് വൺ വന്നിട്ട് ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ, ഫോർത്ത് വൺ വന്നിട്ട് ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ പറയുന്നത് സെൻട്രൽ ആംഗിളും അതുപോലെ ഇൻസ്ക്രൈബ്ഡ് ആംഗിളും ഒരു സർക്കിളിലുള്ള സെൻട്രൽ ആംഗിളിൻ്റെയും ഇൻസ്ക്രൈബ്ഡ് ആംഗിളിൻ്റെയും റിലേറ്റ് ചെയ്യുന്ന തിയറമാണ്. അപ്പോൾ ഈ ഒരു തിയറും ട്രൂ ആണ്. സെക്കൻഡ് വൺ പറയുന്നത് ട്രയാങ്കിൾസിൽ വരുന്ന എക്സ്റ്റീരിയർ ആംഗിൾ തിയറമാണ്. അപ്പോൾ ഇതും ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ നോക്കാം. അപ്പോൾ രണ്ടും ട്രൂ ആണ്. അപ്പോൾ ദ പ്രൂഫ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എ ഡയറക്ട്ലി യൂസസ് ദ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ബി. അപ്പോൾ എ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതായത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബൈ സ്പ്ലിറ്റിംഗ് ദ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ഇൻറ്റു 2 ആൻഡ് റിലേറ്റിംഗ് ദം ടു ദ സെൻട്രൽ ഓഫ് ആംഗിൾ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അതുപോലെ തന്നെ ബി ഈസ് ദ റീസൺ ഫോർ എ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. ക്വസ്റ്റ്യൻ നമ്പർ 22. An arc of a circle of radius 10 cm makes an angle of 18 degree at a point on the opposite arc. 10 cm റേഡിയസ് ഉള്ള ഒരു സർക്കിളിലെ ആർക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ 18 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ആർക്ക്? ആ ആർക്കിൻ്റെ ലെങ്ത് എന്താണ്? അപ്പോൾ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടായിരിക്കുന്ന അതായത് ഒരു ആർക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് 18 ഡിഗ്രിയാണ്. അതൊരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ പറയുന്നത് ഈ ഇൻസ്ക്രൈബ്ഡ് ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് സെൻട്രൽ ആംഗിൾ പറയുന്നത് 2 × 18 ഡിഗ്രി. നമുക്കിവിടെ 18 ഡിഗ്രിയാണ് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടായിട്ടുള്ള ആംഗിൾ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ നമുക്ക് ആംഗിളും കിട്ടി അതുപോലെ റേഡിയസും കിട്ടി. ഇനി നമുക്ക് ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ പറയുന്നത്
ലെങ്ത് ഈക്വൽ ടു നമുക്കിവിടെ θ/360 ആണ്, 36 ഡിഗ്രീൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 36/360 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു 6 നമുക്ക് എത്ര 10 കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. അതായത് ലെങ്ത് ഈക്വൽ ടു 36/360 പറഞ്ഞാൽ 1/10 ആണ് ഇൻറ്റു 20 പൈ. 2 ഇൻറ്റു 10 പറഞ്ഞത് 20 ആണ്, 20 പൈ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മളൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 പൈ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 പൈ സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. 23 വന്ന ക്വസ്റ്റ്യനും 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എയും ബിയും ആയിട്ട്. അതിൽ എ സെക്ഷനാണ് നമ്മളൊരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 3 മാർക്കാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ പിക്ചർ എ റെഗുലർ പെൻറ്റഗൺ ഇസ് ഡ്രോൺ വിത്ത് വെർട്ടിസസ് ഓൺ എ സർക്കിൾ. കാൽക്കുലേറ്റ് ദ ആംഗിൾ മാർക്ക്ഡ് ഇൻ ദ പിക്ചർ. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്തൊരു സർക്കിളും ഉണ്ട്, അതുപോലെ ഒരു പെൻറ്റഗണും ഉണ്ട്. അപ്പോൾ പെൻറ്റഗണിൻ്റെ എല്ലാ വെർട്ടിസസും വന്നിട്ട് ആ സർക്കിളിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ, ഈ സർക്കിളിൽ കാണുന്ന റെഗുലർ പെൻറ്റഗൺ വന്നിട്ട് 5 ഈക്വൽ ആർക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ പറയുന്നത്, അത് ഓരോ സൈഡിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ പറയുന്നത് ടോട്ടൽ 360 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ കിട്ടും. അതായത് 360 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 72 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ പറയുന്നത് 72 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ, മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ പറയുന്നത് ഇതിലത്തെ ഏതോ ഒരു ആർക്ക് സബ്സ്റ്റൻഡ് ചെയ്തുണ്ടായിട്ടുള്ള ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിളാണ്. അപ്പോൾ നമുക്കറിയാം ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ പറയുന്നത് ഏത് ആർക്കാണോ സബ്സ്റ്റൻഡ് ചെയ്തത് അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ എല്ലാത്തിനും 72 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഹാഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഡിഗ്രി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഹാഫ് ഇൻറ്റു 72 ഡിഗ്രിയാണ് ചെയ്യേണ്ടത്. അതായത് 36 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ ചിത്രത്തിൽ മാർക്ക് ചെയ്ത ആംഗിളിൻ്റെ ഡിഗ്രി പറയുന്നത് 36 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സെക്ഷൻ എ ആണ് ഡിസ്കസ് ചെയ്ത്, ഇനി സെക്ഷൻ ബിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. In the picture, A, B and CD are perpendicular chords of the circle. Prove that the arcs APC and PQD join together to form a semicircle. അപ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിനകത്തുള്ള 2 പെർപെൻഡിക്കുലർ കോഡ്സ് ആണ് എ ബിയും സി ഡിയും. ഇപ്പോൾ ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ആർക്ക് എ പി സി വരുന്ന ആർക്കും അതുപോലെ ബി ക്യു ഡി വരുന്ന ആർക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 2 കോഡ് തന്നിട്ടുണ്ട് ഈ സർക്കിളിനകത്ത്, എ ബിയും സി ഡിയും. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് പി എന്ന പേരിടാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പി ഉണ്ട് പിക്ചറിനകത്ത്, അപ്പോൾ നമുക്ക് ആ ഒരു പേര് തന്നെ ഇതിനകത്ത് ഇടാം. പിന്നെ ഇവർ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ പറയുന്നത് 90 ഡിഗ്രിയാണ്. എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ എ പി ഡി പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ എ പി സി പറയുന്നതും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു ആംഗിൾ ഫോം ചെയ്തതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അതായത് ഈ എ പി സി പറഞ്ഞ ആർക്കിൻ്റെയും അതുപോലെ ബി ഡി പറഞ്ഞ ആർക്കിൻ്റെയും സമ്മിൻ്റെ ഹാഫ് ആയിരിക്കുന്നത്. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ എ പി സി പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഈ എ സി പറഞ്ഞ ആർക്കിൻ്റെയും ബി ഡി പറഞ്ഞ ആർക്കിൻ്റെയും സമ്മിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എ പി ഡി പറഞ്ഞ ആംഗിൾ നോക്കാം. എ പി ഡി പറഞ്ഞ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ എ ഡിയും അതുപോലെ തന്നെ ബി സിയും കൂടെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായതായിരിക്കും. ഇനി എ പി സി പറഞ്ഞ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എ സിയും അതുപോലെ ബി ഡിയും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ആംഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എ പി സി പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. 90 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യല്ല, അതൊരു പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ആർക്ക് പറയുന്നത് എ സിയും ബി ഡി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സമ്മിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ വരുന്നത്. അതായത് ആംഗിൾ എ പി സി പറയുന്നത് ഹാഫ് ഓഫ് മെഷർ ഓഫ് ആർക്ക് എ സി പ്ലസ് മെഷർ ഓഫ് ആർക്ക് ബി ഡി ആണ്. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 90 ഡിഗ്രി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർക്ക് എ സി പ്ലസ് ആർക്ക് ബി ഡി ആണ് വരും. അപ്പോൾ എ പി സി നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം, അതുകൊണ്ട് ഇവിടെ കൊടുത്തത്. ഇത് നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് എ സിയും ആർക്ക് ബി ഡിൻ്റെ സമ്മ് പറയുന്നത്
2 ഇൻറ്റു 90 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ എ പി സി പറഞ്ഞ ആർക്കും അതുപോലെ ബി ക്യു ഡി പറഞ്ഞ ആർക്കും കൂടി ജോയിൻ ചെയ്താൽ 180 ഡിഗ്രി ഇതാണ്. അതായത് രണ്ടും കൂടി സം ചെയ്താൽ 180 ഡിഗ്രി കിട്ടുമെന്നാണ്. അപ്പോൾ 180 ഡിഗ്രി പറഞ്ഞാൽ എന്താണ്, ഒരു സർക്കിളിൻ്റെ ഹാഫ് ആണത് വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ആർക്ക് എ പി സിയും അതുപോലെ ആർക്ക് ബി ക്യു ഡിയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സെമി സർക്കിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എയും ബിയും ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാണ്. അപ്പോൾ സെക്ഷൻ എ എന്താണെന്ന് നോക്കാം. The picture shows a diameter of a circle and a chord parallel to it. Calculate all the angles of the triangle in the picture. അപ്പോൾ നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചറിനകത്ത് ഒരു സർക്കിളിൻ്റെ ഡയാമീറ്ററും അതുപോലെ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡയാമീറ്റർ, അതിന് പാരലൽ ആയിട്ടുള്ള കോഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്നുള്ളത് ഈ ഡയാമീറ്റർ പറയുന്നത് ആണ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. അതുപോലെ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് പറയുന്നത് സർക്കിളിലാണ് ഉള്ളത്. അപ്പോൾ ഒരു സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, ആ ഡയാമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഒരു പിക്ചറിന് തന്നിട്ടുണ്ട് 35 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് 90 ഡിഗ്രിയും കിട്ടി, അതുപോലെ ഒരു ആംഗിൾ 35 ഡിഗ്രിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ സം പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 90യും 35യും കൂടി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 55 ഡിഗ്രി കിട്ടും. അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് 35 ഡിഗ്രിയും പിന്നെ ഒന്ന് 90 ഡിഗ്രിയും പിന്നെ വരുന്നത് 55 ഡിഗ്രിയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. The picture shows a triangle with all 3 vertices on a circle and one of the vertices joined to the center of the circle. Prove that x plus y equal to 90 degree. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. പിക്ചറിനകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിലുള്ള എല്ലാ വെർട്ടീസസും വന്നിട്ട് ആ ഒരു സർക്കിളിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വെർട്ടീസസും സർക്കിളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അപ്പം തന്നെ ഒരു വെർട്ടീസസ് വന്നിട്ട് സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 5 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ തന്നെ ഞാൻ റീഡ്രോ ചെയ്തിട്ടുണ്ട്. അതിന് ആ ഒരു ട്രയാങ്കിളിന് എ ബി സി പറഞ്ഞ പേരും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബി സി പറയുന്നത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആംഗിൾ പറയുന്നത് 90 ഡിഗ്രിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 90 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ സം ഓഫ് ദ ട്രയാങ്കിൾസ് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി സി എ പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിൽ നമുക്ക് ആംഗിൾ ബി സി എ 90 ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ബി എസ് സി പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി കൊടുത്തു. അതുപോലെ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി എസ് സി പറയുന്നത് 180 ഡിഗ്രി മൈനസ് 90 ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ഡയഗ്രാമത്തിൽ വന്നിട്ട് ആംഗിൾ എ ബി സിയും അതുപോലെ ആംഗിൾ ബി എ സി ആണ് എക്സും വൈയും ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി ആണെന്ന് വേണ്ടത്. അപ്പോൾ ഇവിടെ എ ബി സി പറയുന്നത് എക്സും ബി എ സി പറയുന്നത് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് 5 90 ഡിഗ്രിയാണ് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ 3 വെർട്ടിസസ് ഓൺ ദ സർക്കിൾ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 22.5 ഡിഗ്രി ആൻഡ് 32.5 ഡിഗ്രി. ഇതിനകത്ത് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ റേഡിയസ് പറയുന്നത് 3 cm ആണ്. അതോടൊപ്പം തന്നെ ആ ഒരു റേഡിയസിനകത്തുള്ള, അപ്പോൾ നമുക്ക് വേണ്ട പിക്ചർ എങ്ങനെ വരാൻ നോക്കാം. ഈ ഒരു ഇതിലാണ് നമ്മുടെ പിക്ചർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ നോക്കാം. അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അല്ല, ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് സെൻറ്റർ ഒ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു റേഡിയസ് വരയ്ക്കുക ഒ എ വേണ്ടിയിട്ട്. അപ്പോൾ എ പറയുന്നത് നമ്മുടെ സർക്കിളിലായിരിക്കും അതിൻ്റെ വെർട്ടെക്സ് വേണ്ടത്. അപ്പോൾ ഒ എ പറഞ്ഞ റേഡിയസ് ഞാനിവിടെ വരയ്ക്കുന്നത് അത് 3 cm ആണ്, നമ്മൾ ഓൾറെഡി അറിയാം. പിന്നെ ഒ ബി പറഞ്ഞ റേഡിയസ് ആണ് വരയ്ക്കേണ്ടത്. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആംഗിൾ എ ഒ ബി പറയുന്നത് 45 ഡിഗ്രി വരും. അപ്പോൾ നിങ്ങൾ ഒ പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് പ്രൊട്രാക്ടർ വയ്ക്കുക, എന്നിട്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ബി പോയിന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആംഗിൾ എ ഒ ബി പറയുന്നത് 45 ഡിഗ്രി കിട്ടും. ഇനി അതേ മെത്തേഡിൽ തന്നെ ഒ സി പറഞ്ഞൊരു റേഡിയസ് വരയ്ക്കുക. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
ആംഗിൾ എ ഒ സി പറയുന്നത് 65 ഡിഗ്രി ആവണം. അപ്പോൾ ഇവിടെയും വീണ്ടും ഒ പറഞ്ഞ പോയിന്റിൽ പ്രൊട്ടക്ടർ വെച്ചിട്ട് 65 ഡിഗ്രിയിൽ സി മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ബി ഒ സി പറഞ്ഞ ആംഗിൾ 250 ഡിഗ്രി നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഈ 3 പോയിന്റും എ ബി സി പറഞ്ഞ 3 പോയിന്റും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിളോടെ കിട്ടിയിരിക്കും. 26th question. Draw a circle of radius 3 cm. Draw a triangle with all 3 vertices on the circle and 2 of its angles 22.5 degree and 32.5 degree. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാം. പിന്നെ അതിനകത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ 3 വെർട്ടീസസും സർക്കിളിലാണ് നിൽക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിൻ്റെ 2 ആംഗിൾസ് പറയുന്നത് 20.5 ഡിഗ്രിയും 32.5ഉം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആൻസറിൻ്റെ ക്വസ്റ്റ്യന് വന്നിട്ട് 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദ ആംഗിൾസ് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിവിടെ തേർഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമുക്ക് 2 ആംഗിൾ തന്നിട്ടുണ്ട്, 22.5ഉം 32.5ഉം. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 55 ഡിഗ്രിയാണ് വരിക. അത് 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 125 ഡിഗ്രി ആയിരിക്കും നമ്മുടെ തേർഡ് ആംഗിൾ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 ആംഗിളും കിട്ടി. അതായത് 20.5 ഡിഗ്രിയും 32.5 ഡിഗ്രിയും 125 ഡിഗ്രിയും. പിന്നെ നമുക്കറിയാം ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ ഇൻസ്ക്രൈബ് ചെയ്ത ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഓപ്പോസിറ്റ് 22.5 ഡിഗ്രി ആംഗിൾ, അതായത് 22.5 ഡിഗ്രി തന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സെൻട്രൽ ആംഗിൾ പറയുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും, അതായത് 45 ഡിഗ്രി. 2 × 22.5 ചെയ്തു. അതുപോലെ തന്നെ സെൻട്രൽ ആംഗിൾ ഓപ്പോസിറ്റ് 32.5 ഡിഗ്രി ആംഗിൾ 2 × 32.5 ഡിഗ്രി, ദാറ്റ് ഈസ് 65 ആണ്. പിന്നെ 125 ഡിഗ്രി ആംഗിളിൽ 2 × 125 ഡിഗ്രി ചെയ്താൽ 250 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 360 അവിടെ വരും. 45 + 65 + 250 = 360 വരും. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.